ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. സുപ്രഭാതം, സുസ്വാഗതം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മൽസരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിഃ തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ
ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാലഞ്ച് ദിവസം ബ്രേക്കായിരുന്നു. 27-ാം തീയതി പുലർക്കാലെ നമ്മുടെ ഗുരുതുല്യനായിട്ടുള്ള ദയാനന്ദ സരസ്വതി സ്വാമികളുടെ ശിഷ്യനായ സംപൂജ്യ സ്വാമി സദാനന്ദ സരസ്വതി ബ്രഹ്മലീനനായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങൾക്ക് വേണ്ടി അന്ന് മുഴുവൻ നേതൃത്വം കൊടുക്കേണ്ടി വന്നു. അതിനു വേണ്ടി അവിടെയായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ മിനിഞ്ഞാന്ന് നടന്നതായിട്ടുള്ള 10ാം വാർഷികം, അതിലേക്ക് വേണ്ട ഒരുക്കങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ചെയ്യേണ്ടി വന്നത്. അതിന് എല്ലാ കാര്യങ്ങൾക്കും ഓടാൻ മുമ്പിൽ നമ്മൾ തന്നെ വേണം. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ള പഠന ഉപകരണ വിതരണം, അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാമഗ്രികളും, നല്ല ബാഗുകൾ, കുടകൾ, നല്ല പുസ്തകങ്ങൾ, ഏറ്റവും നല്ല മാർക്കറ്റിൽ കിട്ടാവുന്ന നല്ല പുസ്തകങ്ങളാണ് നമ്മളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. അതുപോലെ നല്ല പേനകൾ, പെൻസിലുകൾ, ജോമെട്രി ബോക്സ്, എല്ലാം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികളെല്ലാം. ഇനി അവർക്ക് ടിഫൻ ബോക്സും വാട്ടർ ബോട്ടിലും മാത്രമേ അവരായി തിരിച്ചു വന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും, അതുപോലെ തന്നെ ഇവിടെ ഒരുക്കേണ്ട കാര്യങ്ങൾ എല്ലാം വേണ്ട പോലെ ഒരുക്കി. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ അതിൻ്റെ പുറകെ നിന്നാലേ ശരിയാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നാൽ അത് ശരിയാവില്ല. രണ്ടും രണ്ട് ആക്ടിവിറ്റികളാണ്. ഒന്ന് നിവൃത്തി, മറ്റൊന്ന് പ്രവൃത്തി. ഒരേ സമയത്ത് നിൽക്കാനും ഓടാനും സാധിക്കില്ലല്ലോ. ഒന്നുകിൽ നിൽക്കുക, അല്ലെങ്കിൽ ഓടുക. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിൽക്കാൻ പറ്റില്ല, നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഓടാൻ പറ്റില്ല. ഇവയെല്ലാം നമ്മൾ അതെല്ലാം തയ്യാറായി. നല്ല മഴയുണ്ടായിരുന്നതാണ് തലേ ദിവസം ഉച്ചവരെ, വൈകുന്നേരം വരെ ഏകദേശം. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ അല്ലേ, ഏത് പരിപാടിയും നമ്മൾ നടത്തുമ്പോൾ നമുക്ക് നല്ല വിശ്വാസമാണ്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ സംഗമേശ്വരന് താമരമാല വഴിപാടായിട്ട് സമർപ്പിച്ചാൽ മഴ നമ്മളെ അനുഗ്രഹിക്കും, വേണ്ട പോലെയാവും.
എത്രയോ അനുഭവമാണ്. എന്താണെന്നറിയില്ല, ഒരു അത്ഭുതമാണത്. പലരും അനുഭവം പറഞ്ഞിട്ടാണ് നമ്മളും അത് ആരംഭിച്ചത്. ഏത് പരിപാടിക്കും അങ്ങനെ ഒന്ന് സങ്കല്പിച്ച് ഒരു താമരമാല അവിടേക്ക് സമർപ്പിച്ചാൽ അനുഭവം. പാലക്കാട്ടിനെ മഴ സ്ഥലം വിട്ടു. ബാക്കി എല്ലാ ജില്ലകളിലും മഴ പെയ്യുമ്പോൾ ഇവിടെ മാത്രം മഴയില്ല. പിന്നെ ഇത്രയും നേരം മഴ പെയ്തിട്ടില്ല. പിന്നെ അതിന് ശേഷം ഇടയിലൊരു 1-2 ചെറിയ ചാറ്റൽ മാത്രം, നല്ല മഴ പെയ്തിട്ടില്ല. പിന്നെ അപ്പോൾ എന്തായാലും നമുക്ക് പരിപൂർണമായിട്ടുള്ള അനുഗ്രഹമായിരുന്നു സംഗമേശ്വര സ്വാമിയുടെ, വരുണ ഭഗവാന്റെ എല്ലാം. അതുകൊണ്ട് തന്നെ എന്തായാലും മറ്റ് ജില്ലകളിൽ മഴയായതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞവർക്കൊക്കെ സങ്കടമായി. വാസ്തവത്തിൽ വന്നവരൊക്കെ സന്തോഷിച്ചു. എറണാകുളത്തു നിന്നും തൃശ്ശൂരിൽ നിന്നും പാലക്കാടിൻ്റെ വിദൂര ഭാഗങ്ങളിൽ നിന്നും എല്ലാം ആളുകൾ ധാരാളമായിട്ട് വന്നിരുന്നു. അവർക്കൊക്കെ വളരെ സാറ്റിസ്ഫൈഡായി, സന്തോഷിച്ചു. ചെന്നൈയിൽ നിന്ന് വരെ ലീവ് എടുത്തിട്ടുള്ള ആൾക്കാർ വന്ന് നമുക്ക് സേവനം ചെയ്യാനായിട്ട് ഫുൾ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ധന്യമായി. സ്വാമിജിമാർ എല്ലാവരും വന്ന സമയത്തിന് വന്നു നല്ല രീതിയിൽ നമ്മളെ അനുഗ്രഹിച്ചു. 10ാം വാർഷികവും അതുപോലെ കൂട്ടത്തിൽ നമ്മുടെ ജന്മദിനവും എല്ലാം ആഘോഷിക്കപ്പെട്ടു. കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണങ്ങൾ എല്ലാം നന്നായി നടന്നു. നമ്മൾ പ്രതീക്ഷിച്ച് പേര് തന്നിരുന്ന കുട്ടികളല്ലാതെ തന്നെ അതിൻ്റെ ഇരട്ടി കുട്ടികൾ പിന്നീട് വന്നു. അവർക്കൊക്കെ നമ്മൾ കുറേ കരുതിയിരുന്നു. അതുകൊണ്ട് അന്ന് തന്നെ നിരാശരാക്കാതെ കുറേ പേരെ പറഞ്ഞു വിട്ടു. പിന്നെ ഇന്നലെയും തുടർച്ചയായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അലയൊലികൾ ഓരോ ഭാഗത്തും എത്തി. കുട്ടികൾ നമ്മൾ കൊടുത്തതായിട്ടുള്ള പുസ്തകങ്ങളും അതുപോലെ ബാഗുകളും കുടകളും ഒക്കെ കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും നഷ്ടപ്പെട്ടുവോ എന്ന് ഉള്ള തോന്നലുണ്ടാവുന്നത്. അവരും ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞ് വരികയാണ്. പാവപ്പെട്ടവർ തന്നെയാണ്, വലിയ ആളുകളൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഇന്നലെ എക്സ്ട്രാ കുറേ വാങ്ങിച്ചു. ഇന്നലെ ഞായറാഴ്ചയായിട്ടും അതിൻ്റെ ഷോപ്പുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ പോയി ഇന്നലെ പകൽ അതിൻ്റെ പണിയായിരുന്നു. കുറേ കൂടി സാമഗ്രികൾ വാങ്ങിച്ചു. ഇന്നലെ കുറേ കൊടുത്തു. ഇന്ന് വീണ്ടും കൊടുക്കുന്നുണ്ട്. ഇനിയും ഒരു 8-10 പേര് പറഞ്ഞു വെച്ചവരും ഇന്നലെ മിഞ്ഞാന്നൊക്കെ വന്നു പോയവർ വരും. നമ്മുടെ കുട്ടികളും വരാനുണ്ട്. നമ്മുടെ കുട്ടികൾ ഈ വർഷം 10 കുട്ടികളുണ്ടാവും. പിന്നെ വേറെ പലയിടത്തും പുറത്ത് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ കൊടുത്തതായിട്ടുള്ള സ്ഥലങ്ങളിൽ ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. ഞാൻ എന്താ വേണ്ടതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബഡ്ജറ്റൊക്കെ കഴിഞ്ഞു. നോക്കാം, ഭഗവാൻ പറയും സമയത്തിന് എന്ത് വേണമെന്ന്. അപ്പോൾ എല്ലാം ഭംഗിയായി. അതിൻ്റെ ഒരു കൃതാർത്ഥതയോടെ, നിറവോടെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ പഠനോപകരണ വിതരണത്തിലേക്കുള്ള നിങ്ങളുടെയൊക്കെ സംഭാവനകളും എല്ലാം കൂടിയിട്ട് കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ നടന്നു, ഒരു കുറവും ഇല്ലാതെ. അതിന് എല്ലാവർക്കും കൃതജ്ഞതാപൂർവം നമസ്കാരം. എല്ലാവരും ഭഗവത് സ്വരൂപികളാണ്. ആ ഭഗവത് സ്വരൂപികൾക്ക് നമസ്കാരം. സ്നേഹം നിറഞ്ഞ, കൃതജ്ഞത നിറഞ്ഞ നമസ്കാരം. ഇനിയൊരു സന്ദർഭത്തിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവുമ്പോൾ എല്ലാവരും വരാനും പങ്കെടുക്കാനും ശ്രമിക്കുക. നല്ലൊരവസരമായിരുന്നു. ഇവിടെ മഴയില്ലാതെ സുഖമായിട്ട് എല്ലാറ്റിലും ഗംഭീരമായിട്ട് നല്ലൊരു ശാപ്പാട് എല്ലാവർക്കും കൊടുത്തു. നല്ലൊരു സദ്യ. എല്ലാവരും സന്തോഷമായിട്ടാണ് പോയത്. അതുപോലെ പൂജകളുടെ രാവിലെ ഗണപതി ഹോമം,
വൈകിട്ട് ഭഗവതി സേവ എല്ലാം നിങ്ങൾ ഓൺലൈനിൽ കണ്ടു കാണും. വളരെ നന്നായിട്ടാണ് എല്ലാം ചെയ്തത്. നമ്മളുമൊക്കെ കൂടെ ഇരുന്ന് ജപിച്ചു. പഞ്ചാരി മേളം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് നമ്മുടെ പരിചയത്തിലുള്ള ആശാന്മാരായിട്ടുള്ള വിദ്വാൻമാർ, ആ ചണ്ട കൊട്ടിയതിൽ 3-4 പേര് ആശാന്മാരാണ്, കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ്. അപ്പോൾ ആ പഠിപ്പിക്കുന്ന കുട്ടികളെയും കൊണ്ടുവന്ന് അവരുടെ ചെലവിൽ വന്നിട്ടാണ് ഇവിടെ വന്ന് നമ്മുടെ മുമ്പിൽ പരിപാടി അവതരിപ്പിച്ചത്. നമുക്ക് അതിലേക്ക് പൈസയൊന്നും ചിലവില്ല. അവർക്ക് ഭക്ഷണം മാത്രം, അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ട് 10-40 പേര് വന്നു. അവർക്ക് നമ്മൾ 2 പ്രാവശ്യം വയറ് നിറച്ച് ഭക്ഷണം മാത്രമേ കൊടുത്തുള്ളൂ, വേറെ ഒന്നും വേണ്ട. അവർക്ക് സന്തോഷമായിട്ട് തന്നെ പോയി. അവർക്ക് അവതരിപ്പിക്കാനുള്ളൊരു വേദി, അത് നമ്മുടെ ആശ്രമം പോലെയുള്ളൊരു വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അവർക്കൊരു എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അതിനു വേണ്ടി വന്നവരാ. അപ്പം ഇനിയിപ്പോൾ നിങ്ങളുടെ ആകാംക്ഷ ശമിച്ചു കാണുമെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ചൊക്കെ അറിയാനുള്ള അല്ലേ, നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് പ്രവേശിക്കാം. ഭാഗവത ജ്ഞാനഗംഗ നമ്മൾ ഭഗവാന്റെ വിവാഹങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രുക്മിണി സ്വയംവരം കഴിഞ്ഞു, പ്രദ്യുമ്നോൽപ്പത്തി കഴിഞ്ഞു, സത്യഭാമ ജാമ്പവതി വിവാഹങ്ങൾ കഴിഞ്ഞു. സമന്തകോപാഖ്യാനം എന്നുള്ള ഒരു മഹത്തായ ഉപാഖ്യാനം നമ്മൾ കണ്ടു. അപ്പോൾ ഭഗവാന്റെ 3 വിവാഹങ്ങളാണ് കഴിഞ്ഞിട്ടുള്ളത്: രുക്മിണി, സത്യഭാമ, ജാമ്പവതി. ഇനി ഭഗവാന് അഷ്ടമഹിഷികളാണെന്ന് പറയും. പ്രധാന മഹിഷികൾ 8 ഇപ്പോൾ മഹാഭാരതത്തിലൊക്കെ ഈ 8 പേരെ സൂചിപ്പിച്ചിട്ടുള്ളൂ. ബാക്കി 16,000 അല്ലെങ്കിൽ 16,100 ഈ കന്യകമാരുടെ കഥയൊക്കെ ഭാഗവതത്തിലും മറ്റ് പല പുരാണങ്ങളിലും വരുന്നുണ്ട്. ഇതിഹാസമായ മഹാഭാരതത്തിൽ അഷ്ടമഹിഷികളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. എന്തായാലും ആ പ്രധാന പത്നിമാരായ അഷ്ടമഹിഷിമാരുടെ വിവാഹ കഥകൾ തുടരുകയാണ്. ഈ അധ്യായത്തിൽ 58-ാം അധ്യായത്തിൽ ഭഗവാന്റെ 5 വിവാഹങ്ങൾ. അഷ്ടമഹിഷികൾ 3 കഴിഞ്ഞു, ഇനി 5 കൂടി ആയാൽ 8. അത് ശരിക്കും ഭഗവാന്റെ 8 പ്രകാരത്തിലുള്ള പ്രകൃതി തന്നെയാണ്. ഭഗവാൻ ഗീതയിൽ പറയും 7-ാം അധ്യായത്തിൽ, ഭൂമിരാപോ നലോ വായുഃ ഖം മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടധാ അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യയേദം ധാര്യത്തെ ജഗത്. ഈ പറയുന്ന അഷ്ടധാ പ്രകൃതി, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഭൂമിരാപോ നലോ വായു ഖം മനോബുദ്ധി അഹങ്കാരം. മനോബുദ്ധി അഹങ്കാരം, ഈ 3 അന്ധകരണങ്ങളും ചേർന്ന് 8 പ്രകൃതികൾ. അതിൻ്റെ കൂടെ ഈശ്വര അംശമായ ജീവചൈതന്യം, ജീവഭൂതാം പരാം. പരാപ്രകൃതിയാണ് ജീവൻ എന്നറിയപ്പെടുന്നത്. ചൈതന്യാംശമാണ് പരാപ്രകൃതി. മറ്റത് ജഡങ്ങളായിട്ടുള്ള 8 പ്രകൃതി. ആ 8 പ്രകൃതികൾ ചൈതന്യസ്വരൂപനായ പുരുഷനോട് അഥവാ ഈശ്വരനോട് ചേരുമ്പോഴാണ് അവർക്കും ചേതനയുണ്ടാകുന്നത്. അവരും ഈ പ്രപഞ്ച നാടകത്തിലെ ഭാഗങ്ങളായി മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ 8 പ്രകൃതികളുടെ പ്രതിനിധികൾ തന്നെയാണ്
ഭഗവാന്റെ അഷ്ടമഹിഷിമാർ. അതിൽ 3 പേരുടെ കഴിഞ്ഞു. ഇനിയുള്ള 5 പേരുടെ കഥ നമുക്ക് ഈ അധ്യായത്തിലൂടെ കാണാം. നമുക്ക് ആരംഭിക്കാം, വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ അഷ്ടപഞ്ചാശത്തമോऽധ്യായः. ശ്രീശുക ഉവാച. ഏകദാ പാണ്ഡവാൻ ദ്രഷ്ടും പ്രതീതാൻ പുരുഷോത്തമഃ ഇന്ദ്രപ്രസ്ഥം ഗതഃ ശ്രീമാൻ യുയുധാനാദിഭിർവൃതഃ. ഇതല്ലേ? ശരിയല്ലേ? ദൃഷ്ട്വാ തമാഗതം പാർത്ഥ മുകുന്ദമഖിലേശ്വരം ഉത്തസ്തുർയുഗപദ്വീരാः പ്രാണാമുഖ്യമിവാഗതം പരിഷ്വജ്യാച്യുതം വീരാ അംഗസംഗഹതൈന സഹ സാനുരാഗസ്മിതം വക്ത്രം വീക്ഷ്യ തസ്യ മുദം യയുഃ. യുധിഷ്ഠിരസ്യ ഭീമസ്യ കൃത്വാ പാദാഭിവന്ദനം ഭാൽഗുനം പരിരഭ്യാദ യമാഭ്യാം ചാഭിവന്ദിതഃ. പരമാസന ആസീനം കൃഷ്ണമനിന്ദിത നവോഢാവ്രീഡിതാ കിഞ്ചിത് ശനൈരേത്യാഭ്യവന്ദത. തഥൈവ സാത്യകിഃ പാർത്ഥൈഃ പൂജിതശ്ചാഭിവന്ദിതഃ. നിശസാദാസനന്യേ ച പൂജിതാഃ പര്യുപാസത. പൃഥാം സമാഗത്യ കൃതാഭിവാദനഃ തയാതിഹാർദ്രാർദ്രദൃശാഭിരംഭിതഃ. ആപൃഷ്ടവാൻ താം കുശലം സഹസ്നുഷാം പിതൃഷ്വസാരം പരിപൃഷ്ടബാന്ധവഃ. തമാഹ പ്രേമ വൈക്ലഭ്യരുദ്ധകണ്ഠാശ്രുലോചനാ സ്മരന്തി താനാദാസ്തേ കൃതാ വയം ജ്ഞാതീന്ന സ്മരതാ കൃഷ്ണ ഭ്രാതാ മേ പ്രേഷിതസ്ത്വയാ. നതേസ്തി സ്വപരഭ്രാന്തിർവിശ്വസ്യ സുഹൃദാത്മനഃ തദാ വിസ്മരതാം ശശ്വത്ക്ലേശാൻഹം. കിം ന ആചരിതം ശ്രേയോ ന വേദാഹമധീശ്വര. യോഗേശ്വരാണാം ദുർദർശോ യന്നോ ദൃഷ്ടകുമേധസാം. ഇതി വൈവാർഷികാൻ മാസാൻ രാജ്ഞാ സോഭ്യർത്ഥിതഃ സുഖം ജനയന്നയനാനന്ദമിന്ദ്രപ്രസ്ഥൗകസാം വിഭുഃ. ഏകദാരഥമാരുഹ്യ വിജയോ വാനരധ്വജം ഗാണ്ഡീവം ധനുരാഗായ തൂണൗ ചാക്ഷയസായകൗ. സാകം കൃഷ്ണേന സന്നദ്ധോ വിഹർത്തും വിപിനം വനം ബഹുവ്യാളമൃഗാകീർണം പ്രാവിശത് പരവീരഃ. തത്ര വിദ്യത് ശരൈർവ്യാഘ്രാൻ സൂകരാൻ മഹിഷാൻ രുരൂൻ ശരഭാൻ ഗവയാൻ ഗഡ്ഗാൻ ഹരിണാൻ ശശശല്ലകാൻ. താൻ നിന്യുഃ കിങ്കരാ രാജ്ഞേ മേധ്യാൻ പർവണ്യുപാഗതേ. തൃട്പരീതഃ പരിശ്രാന്തോ ബീബൽ സൂര്യമുനാമഗാത്. തത്രോപസ്പൃശ്യ വിശദം പീത്വാ വാരിമഹാരഥൗ കൃഷ്ണൗ ദദൃശതുഃ കന്യാം ചരന്തീം ചാരുദർശനാം. താമാസാദ്യ വരാരോഹാം സുദ്വിജാം രുചിരാനനാം. പപ്രച്ഛ പ്രേഷിതഃ സഖ്യാ ഭാൽഗുനഃ പ്രമദോത്തമാം. കാ ത്വം കസ്യാസി ശുശ്രോണി കുതോസി കിം ചികീർഷസി. മന്യേ ത്വാം പതിമിച്ഛന്തീം സർവം കഥയ ശോഭനേ. കാളിന്ത്യുവാച. അഹം ദേവസ്യ സവിദുഃ ദുഹിതാ പതിമിച്ഛതി. വിഷ്ണും വരേണ്യം വരദം തപഃ പരമമാസ്ഥിതാ. നാന്യം പതിം വൃണേ വീര തമൃതേ ശ്രീനികേതനം. തുഷ്യതാം മേ സ ഭഗവാൻ മുകുന്ദോ അനാഥ സംശ്രയഃ. കാളിന്ദീതി സമാഖ്യാതാ വസാമി യമുനാ ജലേ. നിർമ്മിതേ ഭവനേ പിത്രാ യാവദച്യുത ദർശനം. തദാവദദ്ഗുഡാകേശോ വാസുദേവായ ശോഭിതാം. രഥമാരോപ്യ തദ്വിദ്വാൻ ധർമ്മരാജം ഉപാഗമത്. യദൈവ കൃഷ്ണഃ സന്ദിഷ്ടഃ പാർത്ഥാനാം പരമാദ്ഭുതം കാരയാമാസ നഗരം വിചിത്രം വിശ്വകർമ്മണ.
ഭഗവാൻ തത്ര നിവസൻ സ്വാനാം പ്രിയചികീർഷയ അഗ്നയേ ഗാണ്ഡവം ദാതും അർജുനസ്യാസസാരഥിഃ സോഗ്നിസ്തുഷ്ടോ ധനുരദാത് ഹയാൻ ശ്വേതാൻ രഥം നൃപ അർജുനായ അക്ഷയൗ തൂണൗ വർമ്മ ചാഭേദ്യമസ്ത്രിഭിഃ മയശ്ച മോചിതോ വന്നേഃ സഭാം സഖ്യ ഉപാഹരത് യസ്മിൻ ദുര്യോധനസ്യാസീത് ജലസ്ഥലദൃശി ഭ്രമഃ സതേന സമനുജ്ഞാതഃ സുഹൃദ്ഭിശ്ചാനുമോദിതഃ ആയയൗ ദ്വാരകാം ഭൂയഃ സാത്യകി പ്രമുഖൈർവൃതഃ അധോപയമേ കാളിന്ദീം സുപുണ്യഋത്തുവൃക്ഷ ഊർജിതേ വിതന്മൻ പരമാനന്ദം സ്വാനാം പരമമംഗളം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ വിന്ദൗ ആവന്ദ്യൗ ദുര്യോധനവശാനുഗൗ സ്വയംവരേ സ്വഭഗിനീം കൃഷ്ണേ സക്താം ന്യഷേദദാം രാജാദിദേവ്യാസ്തനയാം മിത്രവിന്ദാം പിതൃശ്വസുഃ പ്രസഹ്യ ഹൃതവാൻ കൃഷ്ണോ രാജൻ രാജ്ഞാം പ്രപശ്യതാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നഗ്നജിന്നാമ കൗസല്യ ആസീദ് രാജാദിധാർമ്മികഃ തസ്യ സത്യാഭവത് കന്യാ ദേവി നഗ്നജിതി നൃപ നതാം ശേഖുർനൃപാവോഢും അജിത്വാ സപ്തഗോവൃഷാൻ തീക്ഷ്ണശൃംഗാൻ സുദുർദർശാൻ വീരഗന്ധാസഹാൻ ഖലാൻ താം ശ്രുത്വാ വൃഷജില്ലഭ്യാം ഭഗവാൻ സാത്വതാംപതിഃ ജഗാമ കൗസല്യപുരം സൈന്യേന മഹതാവൃതഃ സ കോസലപതിഃ പ്രീതഃ പ്രത്യുത്ഥാനാസനാദിഭിഃ അർഹണേനാപി ഗുരുണാ പൂജയൻ പ്രതിനന്ദിതഃ വരം വിലോക്യാഭിമതം സമാഗതം നരേന്ദ്രകന്യാ ചകമേ രമാപതിം ഭൂയാദയം മേ പതിരാശിഷോ മലാഃ കരോതു സത്യായതി മേ ധൃതോ വ്രതൈഃ യത്പാദപങ്കജരജ ശിരസാ ബിഭർത്തി ശ്രീരബ്ജജഃ സഗിരിശഃ സഹ ലോകപാലൈഃ ലീലാതനു സുകൃതസേതുപരീപ്സയേഷഃ കാലേ ദദത്സ ഭഗവാൻ മമ കേന തുഷ്യേത് അർച്ചിതം പുനരിത്യാഹ നാരായണ ജഗൽപതേ ആത്മാനന്ദേന പൂർണ്ണസ്യ കരവാണി കിമൽപഗഃ ശ്രീശുക ഉവാച തമാഹ ഭഗവാൻ ഹൃഷ്ടഃ കൃതാസന പരിഗ്രഹഃ മേഘഗംഭീരയാ വാചാ സസ്മിതം കുരു നന്ദന ശ്രീഭഗവാനുവാച നരേന്ദ്രയാജ്ഞാ കവിഭിർവിഗർഹിതാ രാജന്യബന്ധോർനിജധർമ്മവർത്തിനഃ തഥാപി യാചേ തവ സൗഹൃദേച്ഛയാ കന്യാം ത്വദീയാം നഹി ശുൽക്കദാ വയം രാജോവാച കോന്യസ്തേ അഭ്യധികോ നാദ കന്യാവരഹേപ്സിതഃ ഗുണൈകധാംനോ യസ്യാംഗേ ശ്രീർവസത്യനപായിനി കിം തസ്മാഭികൃതഃ പൂർവം സമയഃ സാത്വദർശഭ പുംസാം വീര്യപരീക്ഷാർത്ഥം കന്യാവരപരീപ്സയാ സപ്തൈതേ ഗോവൃഷാ വീരാ ദുർദാന്താ ദുരവഗ്രഹാഃ ഏതൈർഭഗ്നാസു ബഹവോ ഭിന്നഗാത്രാ നൃപാത്മജാഃ യതി മേ നിഗൃഹീതാസ്യുഃ ത്വയൈവ യദു നന്ദന വരോ ഭവാൻ അഭിമതോ ദുഹിതുർമേ ശ്രിയഃ പതേ ഏവം സമയമാകർണ്യ ബദ്ധ്വാ പരികരം പ്രഭുഃ ആത്മാനം സപ്തദാ കൃത്വാ നിഗൃഹ്ണാത് ലീലയൈവ താൻ ബദ്ധ്വാ താൻ ദാമഭിശൗരിഃ ഭഗ്നദർപ്പാൻ ഹതൗജസഃ വ്യകർഷല്ലീലയാ ബദ്ധാൻ ബാലോ ദാരുമയാൻ യഥാ തതഃ പ്രീതഃ സുതാം രാജാ ദദൗ കൃഷ്ണായ വിസ്മിതഃ താം പ്രത്യഗൃഹ്ണാത് ഭഗവാൻ വിധിവത് സദൃശീം പ്രഭുഃ
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രാജപത്ന്യശ്ച ദുഹിതുഃ കൃഷ്ണം ലബ്ധ്വാ പ്രിയം പതിം ലേഭിരേ പരമാനന്ദം ജാതശ്ച പരമോത്സവഃ. ശംഖഭേര്യാനകാനേ ദുർഗീതവാദ്യദ്വിജാശിഷഃ നരാ നാര്യഃ പ്രമുദിതാഃ സുവാസസ്രകലങ്കൃതാഃ. ദശധേനുസഹസ്രാണി പാരിബർഹമദാദ്വിഭുഃ യുവതീനാം ത്രിസാഹസ്രം നിഷ്കഗ്രീവസുവാസസാം. നവനാഗസഹസ്രാണി നാഗാത് ശതഗുണാൻ രഥാൻ രഥാത് ശതഗുണാൻ അശ്വാൻ അശ്വാത് ശതഗുണാൻ നരാൻ. ദമ്പതീരഥമാരോപ്യ മഹത്യാ സേനയാ വൃതൗ സ്നേഹപ്രക്ലിന്ന ഹൃദയോ യാപയാമാസ കോസലഃ. ശ്രുത്വൈതദ്രുരുധുർഭൂപാനയന്തം പതികന്യകാം ഭഗ്നവീര്യാസു ദുർമർഷാ യദുഭിർഗോ വൃഷൈഃ പുരാ. താനസ്യ തശരവ്രാതാൻ ബന്ധുപ്രിയകൃതർജുനഃ ഗാണ്ഡീവീ കാലയാമാസ സിംഹഃ ക്ഷുദ്രമൃഗാനിവ. പാരിബർഹമുപാഗൃഹ്യ ദ്വാരകാമേത്യ സത്യയാ രേമേ യദൂനാം ഋഷഭോ ഭഗവാൻ ദേവകീസുതഃ. ശ്രുതകീർത്തേ സുതാം ഭദ്രാം ഉപയേമേ പിതൃശ്വസുഃ കൈകേയീം ഭ്രാതൃഭിർദത്താം കൃഷ്ണഃ സന്ദർദനാദിഭിഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സുതാം ച മദ്രാധിപതേഃ ലക്ഷ്മണാം ലക്ഷണൈർയുതാം സ്വയംവരേ ജഹാരൈകഃ സ സുപർണഃ സുധാമിവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അന്യാശ്ചൈവം വിധാ ഭാര്യാഃ കൃഷ്ണസ്യാസൻ സഹസ്രശഃ ഭൗമം ഹത്വാ തന്നിരോധാത് ആഹൃതാശ്ചാരുദർശനാഃ. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അഷ്ടമഹിഷുദ്വാഹോ നാമ അഷ്ടപഞ്ചാശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം സുസ്വാഗതം. ഇന്ന് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കൊക്കെ അക്കാഡമിക് ഇയർ അഥവാ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും നല്ലത് വരട്ടെ. നല്ല വിദ്യയും സംസ്കാരവും ഉള്ളവരായി വളരട്ടെ. നല്ല സംസ്കാരമുള്ളവർക്കുള്ളതാണ് ജീവിതത്തിൽ ശാശ്വതമായിട്ടുള്ള വിജയം. നല്ല സംസ്കാരമുള്ളവർക്കുള്ളതാണ് ആനന്ദം, ആത്മജ്ഞാനം. ഇതെല്ലാം അതുകൊണ്ട് കുട്ടികൾ അപരാവിദ്യ മാത്രം പഠിച്ചാൽ പോരാ, പരാവിദ്യയും അഭ്യസിക്കണം. ദ്വേ വിദ്യേ വേദിതവ്യേ പരാച അപരാച. രണ്ട് വിദ്യകൾ അറിയേണ്ടത് തന്നെയാണ്. എല്ലാ മനുഷ്യരും കർത്തവ്യതയാ വേദ്യം. വേദിതവ്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. തവ്യപ്രത്യയം കർത്തവ്യപ്രത്യയമാണ്. മസ്റ്റ് ഡു, നോ എക്സംഷൻ. എങ്കിൽ മാത്രമേ ജീവിതം വേണ്ട പോലെ ആവുള്ളൂ, മനുഷ്യ ജീവിതത്തിൻ്റെ പ്രയോജനമാവുള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടികളെ അപരാവിദ്യയായ ലോകവ്യവഹാരങ്ങൾക്ക് വേണ്ട അറിവ്, എല്ലാ അറിവുകളും എല്ലാ കലകളും അപരാവിദ്യകളിൽ പെടുന്നു. അതെല്ലാം പഠിപ്പിച്ചാൽ പോരാ, അത്
പഠിപ്പിക്കണം, അത് വേണ്ട എന്ന് പറയില്ല. അത് തന്നെയാണ് അടിസ്ഥാനം. അതിൻ്റെ ഒപ്പം പരാവിദ്യയും, പരാവിദ്യ എന്നാൽ അധ്യാത്മവിദ്യ, ആത്മവിദ്യ, രാജവിദ്യ, ബ്രഹ്മവിദ്യ എന്നൊക്കെ പറയുന്ന വിദ്യയാണ്. ആ വിദ്യയിലേക്കും കുട്ടികൾക്ക് ഇനീഷ്യേഷൻ ചെയ്യണം. അതിനാണ് ഉപനയനാദി സംസ്കാരങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ പരമ്പരയിലുള്ള കുട്ടികളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് സ്കൂൾ പോകുന്നതോടൊപ്പം ആ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ദിവസേന വൈകുന്നേരം കുറച്ച് സമയം നമ്മുടെ ആധ്യാത്മിക കാര്യങ്ങൾക്ക് അറിയാനും അറിഞ്ഞത് അഭ്യസിക്കാനുമായിട്ട് നീക്കിവെക്കാൻ പറയണം. വിശേഷ ഒഴിവു ദിവസങ്ങളിൽ ചുറ്റുപാടും നടക്കുന്ന സത്സംഗങ്ങളിലും ക്ലാസ്സുകളിലും എല്ലാം കുട്ടികൾക്ക് വേണ്ടിയുള്ള വിശേഷാൽ ക്ലാസ്സുകൾ ഉണ്ടാവും. അതിലൊക്കെ പങ്കെടുപ്പിക്കാനായിട്ട് നിങ്ങൾ നിർബന്ധിക്കണം. രക്ഷിതാക്കളുടെ കയ്യിലാണ് ഇത് കിടക്കുന്നത്. രക്ഷിതാക്കൾ കുട്ടികളെ നിർബന്ധിച്ച് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ കൊണ്ടാക്കണം. ബാലഗോകുലങ്ങളോ വിഹാറുകളോ അമൃത ബാലകേന്ദ്രങ്ങളോ സായി അമൃത കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ ഓരോ രവിശങ്കർജിയുടെ ഉണ്ടാവാം. മറ്റ് പല ഗ്രൂപ്പുകളും കുട്ടികൾക്ക് വേണ്ടി തന്നെ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതാത് ക്ഷേത്രങ്ങളിലെ സമിതികൾ നടത്തുന്നുണ്ടാവാം. അതിലൊക്കെ മുതിർന്നവർ കുട്ടികളെ നിർബന്ധിച്ചയക്കണം. നിങ്ങൾ എങ്ങനെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കണോ അതുപോലെ ഇതിലും നിർബന്ധമായിട്ടും അയക്കേണ്ടതാണ്. എങ്കിലേ അങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്ന് നടക്കുകയുള്ളൂ. കുട്ടികളില്ലാതെ അവിടെ ആചാര്യന്മാർ മാത്രമായിട്ട് പാഠശാലയും ഗുരുകുലവും വെച്ചിരുന്നിട്ട് കാര്യമില്ല. കുട്ടികൾ ചെന്നാൽ മാത്രമേ അതിൽ ഉത്സാഹമുണ്ടാവുള്ളൂ. അത് വളരെ താല്പര്യപൂർവ്വം ആചാര്യന്മാരും അത് പങ്കെടുക്കുകയുള്ളൂ. അപ്പോൾ ആചാര്യന്മാർക്ക് പ്രചോദനം കിട്ടണമെങ്കിൽ അവർ വരുമ്പോൾ, അവർ മെനക്കെട്ട് ക്ലാസ് എടുക്കാൻ വരുമ്പോൾ കുട്ടികൾ അവിടെ ഉണ്ടാവണം. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും അവരവരുടെ ബന്ധപ്പെട്ട കുട്ടികളെയൊക്കെ നിർബന്ധിച്ച് അടുത്തുള്ളതായിട്ടുള്ള ഏതെങ്കിലും ക്ലാസ്സുകളിലേക്ക് അയക്കണം. അവർക്കത് വളരെ നല്ലൊരു സംസ്കാരം ഉണ്ടാക്കും. മാത്രമല്ല വീട്ടിൽ മൂലയ്ക്ക് കുത്തിയിരുന്ന് ഈ ഫോണും ടി വിയും മാത്രം കണ്ടുകൊണ്ട് ആരോഗ്യവും കണ്ണും മനസ്സും നശിപ്പിക്കുന്നതിൽ നിന്ന്, അവരുടെ വ്യക്തിത്വം നശിച്ചു പോകുന്നതിൽ നിന്ന് ഒരു രക്ഷാമാർഗം കൂടിയാണ്. അപ്പോൾ കുട്ടികളെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കുട്ടികളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവരെങ്ങനെയുള്ള സമൂഹ പാഠങ്ങൾ പഠിക്കാനായിക്കൊണ്ട്, ആധ്യാത്മിക പാഠങ്ങൾ പഠിക്കാനായിക്കൊണ്ട് കുട്ടികളെ അയക്കണം. അപേക്ഷയാണ്. അതിലൂടെ മാത്രമേ കുട്ടികൾക്ക് സംസ്കാരം ഉണ്ടാവുകയുള്ളൂ, കുട്ടികൾക്ക് ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ. അതിലൂടെ മാത്രമേ സനാതനധർമ്മവും നിലനിൽക്കാൻ പറ്റുള്ളൂ. ധർമ്മോ രക്ഷതി രക്ഷിത. അപ്പോൾ ഇത് ഇന്നത്തെ ഒരു ദിവസം ഇതാണ് പറയേണ്ടത്. അതോടൊപ്പം കുട്ടികൾക്ക് എല്ലാ ആശംസകളും, രക്ഷിതാക്കൾക്കും അതിൻ്റെ എല്ലാ പങ്കും ഉണ്ടാവട്ടെ. നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ 58-ാം അധ്യായം ഭഗവാന്റെ 5 വിവാഹങ്ങളെ കുറിക്കുന്ന കഥകളാണ്. അതിൽ 29-ാമത്തെ ശ്ലോകത്തിൽ കാളിന്തി വിവാഹം നോട്ട് ചെയ്തോളൂ. 29-ാമത്തെ ശ്ലോകത്തിൽ കാളിന്തി വിവാഹം. പിന്നീട് 47-ാം ശ്ലോകത്തിൽ 47-ാം ശ്ലോകത്തിൽ സത്യ അഥവാ നാഗ്നജിതി കോസല രാജാവിൻ്റെ മകളായതുകൊണ്ട് കൗസല്യ, നഗ്നജിത്ത് എന്നാണ് കോസല രാജാവിൻ്റെ പേര്. അതുകൊണ്ട് നാഗ്നജിതി എന്നും പേര്, സത്യ എന്നും അവൾക്ക് പേര്. 3 പേരും ഒന്നാണ്. അവളുടെ വിവാഹമാണ് 47-ാം ശ്ലോകത്തിൽ പറഞ്ഞത്. അത് കഴിഞ്ഞ് 56-ാം ശ്ലോകത്തിൽ ഭദ്രയെ കുറിച്ചിട്ടുള്ളതായിട്ടുള്ള കഥ പറഞ്ഞു.
ലക്ഷ്മണയുടെ വിവാഹം 57-ാം ശ്ലോകത്തിൽ പറഞ്ഞു. ഇടയിൽ ആരെയും വിട്ടിട്ടുണ്ട്. മിത്രവിന്ദയുടെ പറയുന്നുണ്ട്. അതെവിടെയാണ്? 30-ാം ശ്ലോകത്തിൽ 30-ഉം 31-ലാണ് മിത്രവിന്ദാ വിവാഹം പറയുന്നത്. രാജാതിദേവ്യാ സ്തനയാ മിത്രവിന്ദാം പിതൃശ്വസുഹു പ്രസഹ്യ ഹൃതവാൻ കൃഷ്ണോ രാജൻ രാജ്ഞാൻ പ്രപശ്യത്. അപ്പോൾ 29 കാളിന്തി, 31 മിത്രവിന്ദ, 47 നഗ്നജിതി അല്ലെങ്കിൽ സത്യ, 56 ഭദ്ര, 57 ലക്ഷ്മണ. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ, ആ 5 വിവാഹങ്ങൾ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം. ഓം നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ദശമസ്കന്ധേ 58-തമോऽധ്യായः. ശ്രീശുക ഉവാച ഏകദാ പാണ്ഡവാൻ ദ്രഷ്ടും പ്രതീതാൻ പുരുഷോത്തമഃ ഇന്ദ്രപ്രസ്ഥം ഗതഃ ശ്രീമാൻ യുയുധാനാദിഭിർവൃതഃ ദൃഷ്ട്വാ തമാഗതം പാർത്ഥ മുകുന്ദമഖിലേശ്വരം ഉത്തസ്തുരയുഗപദ്വീരാः പ്രാണാമുഖ്യമിവാഗതം. ശ്രീശുക ഉവാച ഏകദാ പാണ്ഡവാൻ ദ്രഷ്ടും പ്രതീതാൻ പുരുഷോത്തമഃ ഇന്ദ്രപ്രസ്ഥം ഗതഃ ശ്രീമാൻ യുയുധാനാദിഭിർവൃതഃ. ഇവിടെ ഏകദാ എന്ന് പറഞ്ഞുകൊണ്ട്, ഒരിക്കൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീശുക ബ്രഹ്മർഷി കഥ ആരംഭിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ പുരുഷോത്തമഃ ശ്രീമാൻ, ഇവിടെ ഭഗവാനെ തന്നെയാണ് ശ്രീമാൻ എന്നും പുരുഷോത്തമനെന്നും ഒക്കെ പറയുന്നത്. ശ്രീമാനായ പുരുഷോത്തമനായ ഭഗവാൻ ഏകദാ ഒരിക്കൽ പ്രതീതാൻ പാണ്ഡവാൻ ദ്രഷ്ടും ഇന്ദ്രപ്രസ്ഥം ഗതഃ. പ്രതീതാൻ എന്ന് പറഞ്ഞാൽ പ്രതീതാൻ എന്ന് പറഞ്ഞാലോ മടങ്ങി വന്നവർ, തിരിച്ച് ലഭിച്ചവർ, തിരികെ പ്രാപിക്കപ്പെട്ടവർ എന്നൊക്കെ അർത്ഥമാണ് പ്രതീതാൻ. അല്ലേ? സാധാരണ മറ്റു മരിച്ചുപോയവരെ കുറിച്ച് പരേതാ എന്ന് പറയും. പരഗതം, പരലോകത്തേക്ക് പോയത്. ഇത് പ്രതീതങ്ങളാണ്, തിരിച്ചു വന്നവരാണ്. അപ്പൊ തിരിച്ചു വന്നവർ എന്ന് പറയുമ്പോൾ എവിടുന്ന് തിരിച്ചു വന്നവർ? മരണത്തിൽ നിന്ന് തിരിച്ചു വന്നവർ. എങ്ങനെ, എപ്പോൾ? അത് മുമ്പ് അരക്കില്ലത്തിലെ കഥ പറയുകയുണ്ടായി. കഴിഞ്ഞ ശമന്തകോപാഖ്യാനത്തിന്റെ ആരംഭത്തിൽ അരക്കില്ലത്തിൽ വെച്ച് പാണ്ഡവന്മാർ വധിക്കപ്പെട്ടു, അല്ലെങ്കിൽ പാണ്ഡവന്മാർ ദഹിപ്പിക്കപ്പെട്ടു. അരക്കില്ലം തീ പിടിച്ചപ്പോൾ അതിൽ പാണ്ഡവന്മാരും കുന്തിദേവിയും ദഹിച്ചുപോയി എന്ന് എല്ലാവരും കരുതി. എല്ലാവരും സങ്കടപ്പെട്ട് കഴിയുമ്പോഴാണ് ഭഗവാൻ അടക്കം അവിടെ ചെന്ന് കണ്ടോളൻസ് മെസ്സേജൊക്കെ കൊടുത്ത് അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ കൂടെ നിന്ന് എല്ലാവരെയും ആശ്വസിപ്പിച്ച് അപ്പോഴേക്കും സത്രാജിത്തിന്റെ വധം ഉണ്ടായപ്പോൾ തിരിച്ചു പോകുന്നത്. എന്തായാലും പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവര് അജ്ഞാത വേഷത്തിൽ, പ്രച്ഛന്ന വേഷത്തിൽ ഏകചക്ര എന്ന ഗ്രാമത്തില്, ഏകചക്ര എന്നുള്ള ഗ്രാമത്തില് ബ്രാഹ്മണ വേഷങ്ങളിൽ പഞ്ചപാണ്ഡവന്മാരും കുന്തിദേവിയും ഒക്കെ ആയിട്ട് കഴിയുണ്ടായിരുന്നു. ആ സമയത്താണ് പാഞ്ചാലി സ്വയംവരമൊക്കെ. അർജുനൻ ബ്രാഹ്മണ വേഷത്തിൽ പാഞ്ചാല ദേശത്ത് ചെന്നാണ് പാഞ്ചാലി സ്വയംവരമെല്ലാം ചെയ്യുന്നത്. അങ്ങനെ പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞതിന് ശേഷമാണ് പാഞ്ചാലിയെ സ്വയംവരം ചെയ്തിരിക്കുന്നത് അർജുനനാണ് എന്ന് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ അർജുനനും പാണ്ഡവന്മാരും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതായിട്ടുള്ള കാര്യം ലോകത്തിൽ പാട്ടായി. പിന്നീട് അവരെ തിരിച്ചു കൊണ്ടുവരാനായിക്കൊണ്ട് വിതുരരും ഭീഷ്മരും എല്ലാവരും പ്രയത്നിച്ചു. അങ്ങനെ അവരെ വീണ്ടും ഹസ്തിനപുരത്തിലേക്ക് കൊണ്ടുവന്നു.
വ്യാസന്റെയും മറ്റുമൊക്കെ നിർദ്ദേശവും അനുഗ്രഹവും ഉണ്ട്. അങ്ങനെ കുന്തിയും ഈ മുതിർന്ന 5 പേരും തിരിച്ച് ഹസ്തിനപുരത്തിലെത്തിയപ്പോൾ വീണ്ടും അവിടെ ദുര്യോധനന് പ്രശ്നങ്ങളായി ഇരിക്കപ്പുറതിയില്ലാതായി മരിച്ചു എന്ന് കഴിഞ്ഞ് സമാധാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവരുടെ പുനരാഗമനം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എങ്ങനെ ഇവരെ ഹസ്തിനപുര സാമ്രാജ്യത്തിൽ നിന്ന് അകറ്റാൻ സാധിക്കും എന്നെല്ലാം ആലോചിച്ച് അവരൊരു തീരുമാനം എടുത്തിട്ടാണ് ഒരു അർദ്ധരാജ്യം ഞങ്ങൾ പാണ്ഡവന്മാർക്ക് കൊടുക്കുന്നു. വാസ്തവത്തിൽ മുഴുവൻ രാജ്യത്തിനും അർഹരാണ് പാണ്ഡവന്മാർ. സിംഹാസനത്തിന് അർഹൻ യുധിഷ്ഠിരനാണ്. പാണ്ഡുവിന്റെ മൂത്തപുത്രനായ യുധിഷ്ഠിരനാണ് സിംഹാസനത്തിന് എല്ലാം കൊണ്ടും രാജധർമ്മപ്രകാരം അർഹൻ. അങ്ങനെയുള്ള അവരെ അവിടുന്ന് അകറ്റാൻ വേണ്ടി, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അർദ്ധരാജ്യം കൊടുക്കുന്നു എന്ന മട്ടിൽ അവർക്ക് ആർക്കും വേണ്ടാത്ത കുറെ മുൾച്ചെടികൾ നിറഞ്ഞ, പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് കൊടുക്കുന്നത്, ഗാണ്ഡവം എന്നുള്ളതായിട്ടുള്ള ദേശം. ആ ഗാണ്ഡവ വനത്തെ പിന്നീട് അർജുനൻ ഭഗവാന്റെ സഹായത്തോടുകൂടി ദഹിപ്പിച്ച് അഗ്നിക്ക് ഭക്ഷണമാക്കി കൊടുത്തു. ആ അഗ്നിയുടെ അനുഗ്രഹം കൊണ്ട് അർജുനന് കുറെ ആയുധങ്ങൾ കിട്ടി. ആ വനത്തിലുണ്ടായിരുന്ന മയൻ എന്ന അസുരശില്പി അഭയം ചോദിച്ച് വന്നപ്പോൾ കൃഷ്ണനും അർജുനനും കൂടി അദ്ദേഹത്തിന് അഭയം കൊടുത്തതുകൊണ്ട് അതിൻ്റെ കൃതജ്ഞതയായി മയനാണ് ഇന്ദ്രപ്രസ്ഥ നിർമ്മിതിയിൽ പ്രധാന പങ്ക് വഹിച്ചത്. ഇന്ദ്രപ്രസ്ഥത്തിൽ അത്ഭുതമായിട്ടുള്ള ഒരു സഭയും എല്ലാം നിർമ്മിച്ചു കൊടുത്തത്. ഈ കഥയെല്ലാം മഹാഭാരതത്തിലെ വിശദമായിട്ടുള്ള കഥയാണ്. അപ്പൊ അതിൻ്റെ ആ ഒരു പ്രതീതാൻ എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് ആ കഥയെ മുഴുവൻ നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ് ഇവിടെ ശ്രീ സുഖബ്രഹ്മർഷി ചെയ്തത്. അങ്ങനെ ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചു വന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ താമസമാക്കിയവരായ, ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടിയവരായ തൻ്റെ ബന്ധുക്കളായ പാണ്ഡവന്മാരെ കൃഷ്ണൻ തൻ്റെ അച്ഛൻ പെങ്ങളുടെ മക്കളെ കാണാനായിക്കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുന്നു. അതാണ് ഏകദാ പ്രതീതാൻ പാണ്ഡവാൻ ദ്രഷ്ടും. മടങ്ങി തിരിച്ചു കിട്ടിയവരായ, പുനർലഭിക്കപ്പെട്ടവരായ പാണ്ഡവന്മാരെ കാണുവാനായിക്കൊണ്ട് ഭഗവാൻ പുരുഷോത്തമ ശ്രീമാൻ ഇന്ദ്രപ്രസ്ഥം ഗതഃ, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഗമിച്ചു. ആരോടുകൂടെ? യുയുധാനാദിഭിഹി വൃതഃ. യുയുധാനാദിഭിഹി, യുയുധാനൻ എന്ന് പറഞ്ഞാൽ സാത്യകി എന്ന് പറയുന്ന യാദവ പ്രമുഖന്റെ മറ്റൊരു പേരാണ് യുയുധാനൻ. അപ്പോ ആ സാത്യകിയെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം സാത്യകി ഭഗവാനെ പിരിയാറില്ല. ഭഗവാൻ എവിടെ പോകുമ്പോഴും ഉഗ്രസേന രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഭഗവാന്റെ ഒരു നിഴൽ പോലെ ബോഡി ഗാർഡായിട്ട് സഞ്ചരിക്കുന്ന ആളാണ് സാത്യകി. ഭഗവാന് ബോഡി ഗാർഡിന്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിലും യാദവന്മാർക്ക് ഭഗവാൻ അത്രയും പ്രിയപ്പെട്ടവനായതുകൊണ്ട്, ഉഗ്രസേന രാജാവിന് ഭഗവാൻ അത്രയും പ്രിയപ്പെട്ടവനായതുകൊണ്ട് അദ്ദേഹത്തിന് എക്സ് കാറ്റഗറി, വൈ കാറ്റഗറി എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ സെക്യൂരിറ്റിയൊക്കെ പല VIP-കൾക്കും കൊടുക്കുന്നില്ലേ, അതുപോലെ ഉഗ്രസേന രാജാവ് കൊടുത്ത ഒരു പ്രധാന അംഗരക്ഷകനാണ് സാത്യകി. അദ്ദേഹം ഭഗവാന്റെ സമീപം എപ്പോഴും ഇത്ര ദൂരത്ത് വർത്തിക്കുക, ഭഗവാനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക, അത് അദ്ദേഹത്തിൻ്റെ കർത്തവ്യമാണ്. അപ്പം അങ്ങനെയുള്ള മഹാരഥനാണ്, അതിരഥനാണ് സാത്യകി. എത്രയോ മഹാരഥന്മാരോട് ഒന്നിച്ച് യുദ്ധം ചെയ്യുന്നവനെയാണ് അതിരഥൻ എന്ന് പറയുക. ആ സാത്യകി എന്ന മഹാവീരൻ ഈ പലർക്കും, അഭിമന്യുവിനെ പോലെയുള്ളവർക്കും അതുപോലെയുള്ള എത്രയോ ആളുകൾക്ക് ഗുരു തുല്യനാണ് അദ്ദേഹം. അസ്ത്രവിദ്യകളും മറ്റുമൊക്കെ അഭ്യസിപ്പിച്ചു കൊടുത്തിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ആ സാത്വികയോട് കൂടിയിട്ടാണ് ഭഗവാൻ ചെല്ലുന്നത്. അതാണ് യുയുധാൻ ആദിബിർ വൃതഃ ഇന്ദ്രപ്രസ്ഥം ഗതഃ. അപ്പോൾ ഒരു യാത്ര ചെന്നു ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്. ദൃഷ്ട്വാ തമാഗതം പാർത്ഥാഃ മുകുന്ദമഖിലേശ്വരം ഉത്തസ്തുർയുഗപദ്വീരാഃ പ്രാണാമുഖ്യമിവാഗതം. ദൃഷ്ട്വാ തം ആഗതം പാർത്ഥാഃ
മുകുന്ദമഖിലേശ്വരം ഉത്തസ്തുരു യുഗപദ്വീരാഹ പ്രാണാ മുഖ്യമിവാഗതം. അപ്പോ തം ആഗതം ദൃഷ്ട്വ, ആഗതം തം ദൃഷ്ട്വ, ആഗതനായ അദ്ദേഹത്തെ കണ്ടിട്ട് ആ പാർത്ഥാഹ പൃഥയുടെ പുത്രന്മാർ, കുന്തിപുത്രന്മാരായിട്ടുള്ളവർ 3 പേര് പ്രമുഖന്മാരും മറ്റ് മാദ്രേയന്മാർ 2 പേരും അടക്കം, ഒന്നിച്ചു പറഞ്ഞാലും പാർത്ഥാഹ എന്ന് പറഞ്ഞാൽ, കാരണം മാദ്രിയുടെ മരണശേഷം നകുല സഹദേവന്മാർ വളർത്തപ്പെട്ടത് കുന്തിയാലാണ്. അതുകൊണ്ട് പാർത്ഥാഹ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ദോഷവും ഇല്ല. അവരുടെ അമ്മ ഇപ്പോഴും കുന്തി തന്നെയാണ്. അപ്പൊ 5 പാണ്ഡവന്മാരെന്നർത്ഥം. അപ്പൊ തം ആഗതം മുകുന്ദം അഖിലേശ്വരം ദൃഷ്ട്വ, മുകുന്ദനാണ്, മോക്ഷദായകനാണ്, അഖിലേശ്വരനാണ്, സർവനിയന്താവാണ്, അങ്ങനെയുള്ള ഭഗവാനെ കണ്ടിട്ട് ദൃഷ്ട്വ ഉത്തസ്തുഹു യുഗപത് വീരാഹ, അവർ സ്വയം വീരന്മാരാണെങ്കിലും അഹങ്കാരമൊന്നുമില്ലാതെ എന്നർത്ഥം. പാണ്ഡവന്മാർ മഹാവീരന്മാരാണ്, പക്ഷെ ഭഗവാനെ കാണുമ്പോൾ അവരെല്ലാവരും ബഹുമാനിക്കുന്നു. കാരണം അവരെക്കാൾ വീരാതിവീരനാണ് ഭഗവാൻ എന്ന് അവർക്കൊക്കെ അറിയാം. അങ്ങനെ യുഗപത് ഉത്തസ്തു, യുഗപത് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് അവർ 5 പേരും ഒരേ സമയം എഴുന്നേറ്റ് എതിരേറ്റു വന്നു. എങ്ങനെ? പ്രാണാഹ മുഖ്യം ഇവാഗതം, പ്രാണാഹ മുഖ്യം പ്രാണം ദൃഷ്ട്വാ ഇവ എന്നർത്ഥം. ഇന്ദ്രിയങ്ങളും പ്രാണനും അതിൻ്റെയൊക്കെ മുഖ്യപ്രാണൻ, ആ മുഖ്യപ്രാണന്റെ സാന്നിധ്യത്തിൽ മറ്റു പ്രാണനൊക്കെ എങ്ങനെ അനുഗ്രഹീതരാകുന്നുവോ, ഓരോ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത് ഓരോ പ്രാണന്റെ അംശങ്ങളാണ്. അതിനൊക്കെ മുഖ്യപ്രാണനാണ് ഏറ്റവും പ്രധാനി, ഇന്ദ്രതുല്യനായിട്ടുള്ള പ്രാണൻ. ആ പ്രാണൻ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് മറ്റ് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന വ്യാന അപാന ഉദാന സമാനന്മാരായിരിക്കുന്ന മറ്റ് പ്രാണങ്ങൾക്ക് 10 പ്രാണന്മാരാണ്. അതിൽ 9 പ്രാണന്മാർക്കും മുഖ്യപ്രാണനായ അന്തരീക്ഷവായു അകത്തേക്ക് പ്രവേശിക്കുമ്പോഴേ ശക്തിയുള്ളൂ. അപ്പോൾ ആ വായു പ്രവേശിക്കുമ്പോൾ ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് എടുത്തു കഴിയുമ്പോഴാണ് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും എല്ലാ സാമർഥ്യങ്ങളും റിഫ്രഷ്ഡ് ആവുന്നത്, അല്ലേ? അതിനെ ഒരു രാജാവ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭടന്മാരെല്ലാവരും എഴുന്നേറ്റ് ബഹുമാനിക്കുന്നത് പോലെ ഒരു സങ്കല്പമാണ്. അതുകൊണ്ടാണ് മുഖ്യപ്രാണൻ വരുമ്പോൾ മറ്റു പ്രാണങ്ങൾ എഴുന്നേറ്റ് എതിരേൽക്കും പോലെ. അപ്പൊ ഇവരുടെയൊക്കെ മുഖ്യപ്രാണൻ ആരാണ്? പാണ്ഡവന്മാരുടെയൊക്കെ മുഖ്യപ്രാണൻ ആരാണ്? ഭഗവാനാണ് എന്ന് ഇതിലൂടെ പറയണം. ഭഗവാൻ ഇല്ലെങ്കിൽ അവർ ശൂന്യപ്രായരാണ്, ഒന്നുമില്ലാത്തവരാണ്. അപ്പോൾ അവർക്ക് എല്ലാ ശക്തിയും കൊടുക്കുന്നത് ഇവരുടെ പുറകിൽ നിന്ന് എല്ലാ അവരുടെ വിജയങ്ങൾക്കും കാരണഭൂതനായിരിക്കുന്ന ആളാണ് ഭഗവാൻ. ആ ഭഗവാൻ വരുമ്പോൾ മുഖ്യപ്രാണനെ കാണുമ്പോൾ മറ്റ് ഉപപ്രാണന്മാർ എഴുന്നേൽക്കും പോലെ, എല്ലാവരും ജാഗ്രത പ്രാപിക്കും പോലെ ഇവരെല്ലാം എഴുന്നേറ്റ് അദ്ദേഹത്തെ എതിരേറ്റു എന്ന് താല്പര്യം. ഉത്തസ്തുർയുഗപദ്വീരാഹ പ്രാണാ മുഖ്യമിവാഗതം. ഇനി മറ്റൊരർത്ഥത്തിൽ മുഖ്യം ആഗതം, ഒരു പ്രമുഖനായ ഒരു വ്യക്തി നമ്മുടെ ഗൃഹത്തിലേക്ക് വരുമ്പോൾ എന്നും കൂടി അർത്ഥമുണ്ട്, വേണമെങ്കിൽ പറയാം. നമ്മുടെ ശരീരത്തിലെ പ്രാണങ്ങൾ ഒരു പ്രമുഖൻ വരുമ്പോൾ എഴുന്നേൽക്കും. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, വൃദ്ധരായിട്ടുള്ള ആളുകൾ, ഗുരുജനങ്ങൾ, നമ്മൾ ബഹുമാനിക്കേണ്ടതായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരം എഴുന്നേറ്റില്ലെങ്കിലും പ്രാണങ്ങൾ എഴുന്നേൽക്കും. അപ്പം എന്താ പ്രശ്നം? ശരീരവും പ്രാണനും തമ്മിൽ ഒരു പിടിയും വലിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആയുസ് കുറയും. അപ്പം അതുകൊണ്ടാണ് പൂർവികർ പറയുന്നത്, നമ്മളെക്കാൾ മുതിർന്നവർ വരുന്നത് കാണുമ്പോൾ, നമ്മളെക്കാൾ അറിവിലും സ്വഭാവത്തിലും മറ്റ് ഗുണങ്ങൾ കൊണ്ടും പ്രായം കൊണ്ടും മുതിർന്നവർ വരുമ്പോൾ അവരെ എതിരേൽക്കണം, എതിരേറ്റ് സ്വീകരിക്കണം. അതല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം ജഡമായിട്ട് അവിടെ ഇരിക്കും, ഉള്ളിലുള്ള പ്രാണൻ നിങ്ങളുടെ മൂർധാവിലൂടെ പുറത്തേക്ക് പോകാൻ വെമ്പും, അവരെ സ്വീകരിക്കാനായിട്ട് വെമ്പും. ആ അർത്ഥത്തിലും മുഖ്യം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം മുഖ്യനെ കാണുമ്പോൾ, പ്രമുഖനെ കാണുമ്പോൾ നമ്മുടെ പ്രാണങ്ങൾ എഴുന്നേൽക്കും പോലെ. അപ്പോൾ ഇതൊരു നമ്മുടെ സംസ്കാരമായിരിക്കണം. നമ്മളെക്കാൾ ഏതെല്ലാം രംഗത്ത് പ്രാഗൽഭ്യമുള്ള ആളുകളാണോ, നമ്മൾ ബഹുമാനിക്കേണ്ടവരാണോ,
അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് എതിരേൽക്കുക എന്നുള്ളത് നമ്മുടെയും ശീലമാകട്ടെ, നമ്മുടെ കുട്ടികൾ കണ്ട് പഠിക്കട്ടെ, അവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. അല്ലാതെ വീട്ടിലേക്ക് ആരെങ്കിലും മുതിർന്നവർ വരുമ്പോൾ കാലിന്മേൽ കാലേറ്റിയിരിക്കുന്ന ശീലം, TV കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ, മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ കാലിന്മേൽ കാലേറ്റി ഇങ്ങനെ കാഷ്വലായിട്ടിരിക്കുകയാണെങ്കിൽ ആ സ്വഭാവമൊന്നും എന്താ പറയുക, നല്ല സ്വഭാവമൊന്നും അല്ല. ഇന്നത്തെ കുട്ടികളോട് ഇതൊക്കെ പറഞ്ഞാൽ അവരിപ്പോൾ 100 ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അതിലുള്ള വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെക്കാൾ മുതിർന്നവരെ കാണുമ്പോൾ എഴുന്നേറ്റ് അവരുടെ മുമ്പിലേക്ക് ചെന്ന് അവരെ സ്വാഗതം ചെയ്ത് അവരെ നമസ്കരിക്കുമ്പോൾ അവർ നമ്മുടെ ശിരസ്സിൽ മൂർധാവിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നത് ആ പ്രാണനെ ഉള്ളിലേക്ക് തള്ളലാണ്. പുറത്തേക്ക് വെമ്പി വരുന്നതായിട്ടുള്ള പ്രാണങ്ങളെ ഉള്ളിലേക്ക് അമുക്കി വെക്കലാണ്. അവരുടെ കരസ്പർശം ഏൽക്കുന്നതോടുകൂടി ആ പ്രാണങ്ങൾ സന്തോഷിച്ച് ഉള്ളിലേക്ക് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ മടങ്ങുന്നു. അപ്പോൾ ഈ വ്യക്തിയുടെ ആയുസ് വർദ്ധിക്കുന്നു. ഇന്നലെ ഒരമ്മയും ഒരു പയ്യനും കൂടി വന്നു. പയ്യൻ LKG UKG ഒന്നും ആയിട്ടുള്ളൂ, 1ാം ക്ലാസ് എന്തായിട്ടുള്ളൂ, ചെറിയ കുട്ടി. അപ്പോൾ ആ കുട്ടിക്ക് ബാഗും പുസ്തകമൊക്കെ കൊടുത്തപ്പോൾ വലിയ സന്തോഷമായി, അമ്മയ്ക്കും സന്തോഷമായി. ആ അമ്മ കുട്ടിയുടെ കഴുത്തിന് പിടിച്ചിട്ട് സ്വാമിയെ നമസ്കരിക്കടാ 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 എന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് എന്താ നമസ്കാരം എന്ന് അറിയണ്ടേ, എങ്ങനെയാണ് നമസ്കരിക്കാമെന്ന് അറിയണ്ടേ? പാവം കുട്ടി. അവൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, തൊട്ട് തലയിൽ വെക്കുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ അമ്മയോട് പറഞ്ഞു, കുട്ടിയെ വെറുതെ ഉപദ്രവിക്കേണ്ട, നിങ്ങൾ കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ കാണിച്ചു കൊടുക്കൂ. നിങ്ങൾ ആദ്യം നമസ്കരിക്കാൻ ശീലിക്കൂ. ഗുരുക്കന്മാരെ കണ്ടാൽ, സന്യാസിമാരെ കണ്ടാൽ ഒക്കെ നമസ്കരിക്കുന്നത് നിങ്ങളുടെ ശീലമാവട്ടെ. നിങ്ങൾ ചെയ്ത് കാണിക്കുമ്പോൾ ആ കുട്ടി കണ്ടുപഠിക്കും എന്ന് പറഞ്ഞ് കുറച്ചൊന്ന് ശാസന പോലെ പറഞ്ഞപ്പോൾ അവർ നമസ്കരിച്ചു. വേഗം കുട്ടിയും നമസ്കരിച്ചു, കുട്ടി പഠിച്ചു. നമ്മുടെ രാഘവൻജി നമസ്കരിച്ച് കാണിച്ചു കൊടുത്തു കുട്ടിക്കും അമ്മയ്ക്കും. അപ്പം നമ്മൾ മുതിർന്നവരെ കുട്ടികളോട് പറയല്ല വേണ്ടത്, മാതൃക കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഏത് കാര്യവും. ഓക്കെ. പരിഷ്വജ്യാച്യുതം വീരാ അംഗസംഗഹതൈനസഃ സാനുരാഗസ്മിതം വക്ത്രം ദീക്ഷ്യ തസ്യ മുദം ജയുഃ. പരിഷ്വജ്യാച്യുതം വീരാഃ അംഗസംഗഹതൈനസഃ സാനുരാഗസ്മിതം വക്ത്രം ദീക്ഷ്യ തസ്യ മുദം ജയുഃ. വീരാഃ അച്യുതം പരിഷ്വജ്യ, ആ വീരന്മാരായ പാണ്ഡവന്മാർ അച്യുതനെ, ച്യുതിയില്ലാത്തവനായ ഭഗവാനെ, മുഖ്യപ്രാണനായ ഭഗവാനെ ആലിംഗനം ചെയ്ത്, പരിഷ്വജ്യ ആലിംഗനം കൃത്വ അംഗസംഗഹതൈനസഃ, ഭഗവാന്റെ അംഗവുമായിട്ടുള്ള സംഘം കൊണ്ട് അവരുടെ ഏനസ്സുകൾ ഹതമായി. ഹത ഏനസഹ, ഏനസ് എന്ന് പറഞ്ഞാൽ പാപമാണ്, അത് ഹതം നശിച്ചു. അപ്പൊ ഭഗവാന്റെ അംഗസംഘം കൊണ്ട് സർവപാപങ്ങളും നശിച്ചവരായ പാണ്ഡവന്മാർ സാനുരാഗസ്മിതം തസ്യ വക്ത്രം വീക്ഷ്യ, സ അനുരാഗസ്മിതം, അനുരാഗസ്മിതപൂർവമായ സ്നേഹപൂർവമായ മന്ദഹാസത്തോടു കൂടിയതായിട്ടുള്ള ഭഗവാന്റെ തസ്യ വക്ത്രം വീക്ഷ്യ, അദ്ദേഹത്തിന്റെ മുഖത്തെ കണ്ടിട്ട് പാണ്ഡവന്മാർ മുദം യയുഹു, എന്തെന്നില്ലാത്ത മോദത്തെ പ്രാപിച്ചു, ആനന്ദത്തെ പ്രാപിച്ചു. അവരെല്ലാം നിർവൃതി അടഞ്ഞു ഭഗവാന്റെ മുഖദർശനം കൊണ്ട് എന്നർത്ഥം. യുധിഷ്ഠിരസ്യ ഭീമസ്യ കൃത്വാ പാദാഭിവന്ദനം ഭാൽഗുണം പരിരഭ്യാദ യമാഭ്യാം ചാഭിവന്ദിതഃ. യുധിഷ്ഠിരസ്യ ഭീമസ്യ കൃത്വാ പാദാഭിവന്ദനം ഭാൽഗുണം പരിരഭ്യാദ യമാഭ്യാം ചാഭിവന്ദിതഃ. യുധിഷ്ഠിരസ്യ ഭീമസ്യ പാദാഭിവന്ദനം കൃത്വാ, ഭഗവാൻ അങ്ങോട്ട് ചെയ്ത കാര്യം. എങ്ങോട്ട്? യുധിഷ്ഠിരനെയും ഭീമനെയും അങ്ങോട്ട് പാദാഭിവന്ദനം ചെയ്തു. കാരണം തനിക്ക് പ്രായം കൊണ്ട് മുതിർന്നവരാണ്, ജ്യേഷ്ഠന്മാരാണ്, തൻ്റെ അച്ഛൻ പെങ്ങളുടെ മക്കളാണ്. അപ്പൊ ജ്യേഷ്ഠന്മാരാണ് ഭീമനും യുധിഷ്ഠിരനും. അവരെ രണ്ടുപേരെയും ഭഗവാൻ നമസ്കരിച്ചു, ലോകത്തിന് കാണിച്ചു തരണം. നോക്കൂ, ഞാൻ ഈശ്വരനാണ്,
അല്ലേ? ജഗത്തിൻ്റെ മുഴുവൻ നിയന്താവാണ് എന്ന് പറഞ്ഞു നിൽക്കാതെ, ബലം പിടിച്ചു നിൽക്കാതെ, എല്ലാവർക്കും മാതൃകയായിക്കൊണ്ട് ഭഗവാൻ തൻ്റെ മുതിർന്ന അച്ഛൻ പെങ്ങളുടെ മക്കളെ നമസ്കരിച്ചു. അതുപോലെ ഫാൽഗുനം പരിരഭ്യ, ഫാൽഗുനൻ അർജുനൻ, ഫൽഗുനൻ തന്നെ അർജുനനെ പരിരംഭണമാണ് ചെയ്തത്, ആലിംഗനമാണ് ചെയ്തത്. കാരണം അർജുനൻ ഭഗവാനേക്കാൾ 2 വയസ്സ് താഴെയാണ്. പക്ഷെ അർജുനൻ ഭഗവാനെ നമസ്കരിക്കേണ്ടതാണ്. അർജുനന്റെ അല്പ അഭിമാനം നമസ്കരിക്കാൻ സമ്മതിച്ചില്ല തോന്നുന്നു. അവർ കൂട്ടുകാരെ പോലെയാണ് പെരുമാറുന്നത്. സഖേതി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി. അർജുനൻ തന്നെ ഗീതയിൽ 11-ാം അധ്യായത്തിൽ വിശ്വരൂപം കണ്ട് ഭയപ്പെട്ട് പറയുന്നുണ്ട്, ഞാൻ അങ്ങയെ എൻ്റെ കൂട്ടുകാരനായിട്ടാണ് കണക്കാക്കിയത്. അങ്ങനെ ഞാൻ അങ്ങയെ അവഗണിച്ച് വേണ്ട പോലെ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ട്. അങ്ങയെ ഞാൻ പല പേരിൽ വിളിച്ചിട്ടുണ്ട്. ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖാവേ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അങ്ങയുടെ മഹിമാനം അറിയാതെ എന്തെല്ലാമോ ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ കൂടെ ഇരിക്കുക, അങ്ങയുടെ കൂടെ ഭക്ഷണം കഴിക്കുക, അങ്ങയുടെ കൂടെ ശയിക്കുക, അങ്ങയോട് തമാശ പറയുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ക്ഷമിച്ചാലും. ഇവിടെ അർജുനനെ സംബന്ധിച്ച് ഒരു കൂട്ടുകാരനാണ് കൃഷ്ണൻ. പാർത്ഥ സഖാവാണ്, വിജയ സഖാവാണ്. അതുകൊണ്ട് പരസ്പരം ആലിംഗനം ചെയ്തു. അതുപോലെ അഥ യമാഭ്യാം അഭിവന്ദിത. യമാഭ്യാം എന്ന് പറഞ്ഞാൽ യമന്മാർ എന്ന് പറഞ്ഞാൽ ട്വിൻസ് എന്നർത്ഥമാണ്. ഇരട്ടകൾ, ഇരട്ടകളെ പറയുന്നതാണ് യുഗം, യുഗളം, യമം എന്നൊക്കെ ഉള്ളത് പര്യായ ശബ്ദമായിട്ട് ദ്വന്ദ്വം എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കാം. ഇവിടെ യമാഭ്യാം ദ്വാഭ്യാം എന്ന് പറഞ്ഞാൽ ഈ ഇരട്ടകളായ, അല്ല മറ്റ് 2 പേരാൽ. ആരാണ് അവിടെ? നകുല സഹദേവന്മാർ. അവർ ഇരട്ടകൾ തന്നെയാണ്. മാദ്രിയുടെ ഇരട്ടപുത്രന്മാർ, അശ്വിനി ദേവന്മാരുടെ പുത്രന്മാർ. അവരാൽ അഭിവന്ദനം ചെയ്യപ്പെട്ടു ഭഗവാൻ. ഭഗവാന്റെ പാദങ്ങളിൽ അവർ നല്ല വിനയത്തോടെ നമസ്കരിച്ചു എന്നർത്ഥം. പരമാസന ആസീനം കൃഷ്ണ കൃഷ്ണമനിന്ദിത നവോഢാവ്രീഡിത കിഞ്ചിത് ശനൈരേത്യാഭ്യവന്ദത്. പരമാസന ആസീനം കൃഷ്ണ കൃഷ്ണം അനിന്ദിത നവോഢാവ്രീഡിത കിഞ്ചിത് ശനൈരേത്യാഭ്യവന്ദത്. ഇപ്പൊ നവവധുവാണ് ആര്? പാഞ്ചാലി. അധികമായിട്ടില്ല വിവാഹം കഴിഞ്ഞിട്ട്. പാഞ്ചാലി വിവാഹ സന്ദർഭത്തിൽ ഭഗവാൻ അവിടെ ആ സഭയിൽ ഉണ്ടായിരുന്നു. ആ ഭഗവാന്റെ കടാക്ഷം കൊണ്ടാണ് അർജുനന് ആ ലക്ഷ്യം ഭേദിച്ച് പാഞ്ചാലിയെ സ്വന്തമാക്കാൻ സാധിച്ചത്. അതുപോലെ അന്ന് രാത്രി തന്നെ ഭഗവാനും ഇവരെ പിന്തുടർന്നുകൊണ്ട് കുന്തിയുടെ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് ഇവർ 5 പേരും കൂടി പാഞ്ചാലിയെ വിവാഹം ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് രഹസ്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവിടെ വെച്ച് മീറ്റ് ചെയ്തിട്ടുള്ളവരാണ്. എങ്കിലും അതിനുശേഷം, വിവാഹശേഷം ആദ്യമായിട്ട് ഭഗവാൻ പാഞ്ചാലിയെ പിന്നീട് കാണുകയാണ്. അപ്പോൾ നവോഢയാണ്. അധികം വിവാഹം കഴിഞ്ഞ് അധിക ദിവസങ്ങളായിട്ടില്ല. ആ നവവധുവായിട്ടുള്ള അവൾ അനിന്ദിത. അനിന്ദിത, ആരാലും നിന്ദിക്കപ്പെടാത്തവളായ, എല്ലാ യോഗ്യതകളും തികഞ്ഞവളായ കൃഷ്ണ എന്നറിയപ്പെടുന്ന പാഞ്ചാലി. കിഞ്ചിത് വ്രീഡിത, അല്പം ലജ്ജയോടുകൂടി, നവോഢയുടെ ലജ്ജയോടുകൂടി, ശനൈഹി ഏത്യ, പതുക്കെ ഭഗവാന്റെ അടുത്തേക്ക് വന്ന് പരമാസനെ ആസീനം കൃഷ്ണം അഭ്യവന്ദത, ഏറ്റവും ശ്രേഷ്ഠമായ ആസനത്തിലിരിക്കുന്നവനായ കൃഷ്ണം അഭ്യവന്ദത, കൃഷ്ണനെ അഭിവാദനം ചെയ്തു, അഭിവന്ദനം ചെയ്തു. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആസനത്തിലാണ് കൃഷ്ണനെ ഇരുത്തിയിരിക്കുന്നത്. ഇവര് പരമാസനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ബഹുമാനം പാണ്ഡവന്മാര് കൃഷ്ണന് കൊടുക്കുന്നു. അവരുടെ എപ്പോഴും അവരുടെ നാഥനായി, രക്ഷകനായി, ഗുരുതുല്യനായി എല്ലാം അവർ കാണുന്നത് കൃഷ്ണനെയാണ് എന്ന് സൂചന. അത് യുധിഷ്ഠിരന് കൃഷ്ണന്റെ മഹിമ അറിയാം. യുധിഷ്ഠിരനും ഭീമനും നകുല സഹദേവന്മാർക്കും അറിയുന്നത് പോലെ അർജുനന് അറിയില്ല, അല്ലേ? തഥൈവ സത്യഗിഃ പാർത്ഥൈഃ പൂജിതശ്ചാഭിവന്ദിതഃ നിശസാദാസനേന്യേ ച പൂജിതാ പര്യുപാസത.
തദൈവ സാത്യകിഃ പാർത്ഥൈഃ പൂജിതശ്ചാഭിവന്ദിതഃ നിശസാദാസനേന്യേ ച പൂജിതാഃ പര്യുപാസത. ഇനി ഭഗവാന്റെ കൂടെ വന്നവരെയും പാണ്ഡവന്മാർ സൽക്കരിച്ചു എന്ന് പറയണം. തഥാ ഏവ അപ്രകാരം തന്നെ സാത്യകി എന്ന ആ യുധാജിത്ത് യുയുധാനഃ പാർത്ഥൈഹി പൂജിതഃ പാർത്ഥന്മാരാൽ പാണ്ഡവന്മാരാൽ പൂജിക്കപ്പെട്ടു. അഭിവന്ദിത അഭിവാദനം ചെയ്യപ്പെട്ടു. ആസനെ നിഷസാദ അങ്ങനെ അദ്ദേഹവും ആസനത്തിൽ ഇരുന്നു. നിഷസാദ നിഷദിച്ചു. അന്യേച്ച പൂജിതാഹ പര്യുപാസത മറ്റ് കൂടെ വന്നിട്ടുള്ള യാദവ പ്രമുഖന്മാരും വേണ്ട പോലെ സൽക്കരിക്കപ്പെട്ട് നാല് ഭാഗത്തും നിന്ന് സേവിച്ചു. പരി ഉപാസത മുമ്പ് ചുറ്റും ഇരുന്നു എന്നർത്ഥമാണ്. ഉപാസത താഴെ ഇരുന്നു, ചുറ്റും പരി. അപ്പോൾ എവിടെയൊക്കെ സ്ഥാനങ്ങളുണ്ടോ അവിടെയൊക്കെ അവരും ചുറ്റിയിരുന്നു. അപ്പോൾ നമ്മൾ ഒരാളെ നമ്മുടെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്നവരെ എല്ലാവരെയും ബഹുമാനിക്കണം എന്ന് നമ്മുടെ സംസ്കാരം കാണിച്ചു തരുന്നു. നമുക്ക് ആ സംസ്കാരം ഉണ്ടോ എന്തോ. വരുന്ന സാരഥി അഥവാ ഡ്രൈവറെ പോലും നമ്മൾ വേണ്ട പോലെ സൽക്കരിക്കണം. അല്ലെങ്കിൽ വന്നിരിക്കുന്ന അതിഥിക്ക് സ്വൈരം ഉണ്ടാവില്ല. അതിഥിക്ക് മാത്രം നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു. സാരഥി വണ്ടിയിൽ ഇരിക്കുകയാണ്, അയാൾക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ വന്ന അതിഥിക്ക് ഭക്ഷണം കഴിക്കുന്നതിൽ വല്ല തൃപ്തി ഉണ്ടാവുമോ, സന്തോഷം ഉണ്ടാവുമോ? അദ്ദേഹത്തിന് നമ്മൾ കരുതിയിട്ടില്ല, അങ്ങയ്ക്ക് മാത്രമേ കരുതിയിട്ടുള്ളൂ എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഒരു അതിഥിയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് സ്വൈരം കൊടുക്കാതിരിക്കുക. അപ്പോൾ ആരെങ്കിലും നമ്മൾ വിളിച്ചു വരുത്തുമ്പോൾ അവരുടെ കൂടെ അദ്ദേഹത്തിൻ്റെ സഹായികളായിട്ട് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരെയും മിനിമം മര്യാദ കൊടുത്ത് അവർക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണവും വെള്ളവും മറ്റ് സൗകര്യങ്ങളും കൊടുക്കേണ്ടത് ഒരു മര്യാദയാണ്. അതിഥി ദേവോ ഭവ. നമ്മളെല്ലാം നമ്മുടെ പുരാണങ്ങളിൽ നിന്ന് പഠിക്കാനുള്ളതാണ്, നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ആ സംസ്കാരമൊക്കെ എത്രയോ ആളുകൾക്ക് അറിയില്ല, കളഞ്ഞു കുളിച്ചു. അപ്പോൾ നമ്മളിത് പറഞ്ഞ് നമ്മുടെ തലമുറകൾക്ക് ശീലിപ്പിക്കുക. കേട്ടാ കേൾക്കട്ടെ, ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ, നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പൃഥാം സമാഗത്യ കൃതാഭിവാദനഃ തയാദിഹാർദ്ധാർദ്രദൃശാഭിരംബിതഃ ആപൃഷ്ടവാൻ താം കുശലം സഹസ്നുഷാം പിതൃശ്വസാരം പരിപൃഷ്ടബാന്ധവഃ. പൃഥാം സമാഗത്യ കൃതാഭിവാദനഃ തയാദിഹാർദ്ധാർദ്രദൃശാഭിരംബിതഃ ആപൃഷ്ടവാംസ്താം കുശലം സഹസ്നുഷാം പിതൃശ്വസാരം പരിപൃഷ്ടബാന്ധവഃ. പൃഥാം സമാഗത്യ കൃതാഭിവാദനഃ. കുന്തിദേവി അച്ഛൻ പെങ്ങളാണ്. അച്ഛൻ പെങ്ങളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു ഭഗവാൻ. കൃഷ്ണൻ തൻ്റെ അച്ഛൻ പെങ്ങളെ അന്വേഷിച്ച് അന്തഃപുരത്തിലേക്ക് ചെന്നു. സമാഗത്യ കൃത അഭിവാദനഃ. അമ്മയെ അഭിവാദനം ചെയ്തു, അങ്ങോട്ട് നമസ്കരിച്ചു. അതിഹാർദ ആർദ്രദൃശാ തയാ അഭിരംബിതഃ. അപ്പോഴേക്കും കുന്തിദേവിക്ക് എന്തെന്നില്ലാത്ത ആർദ്ര ഭാവമുണ്ടായി. കണ്ണുകൾ ആർദ്രമായി, നനഞ്ഞു എന്നർത്ഥം. അതാണ് ആർദ്രദൃശ. ആർദ്രദൃശ നനഞ്ഞ കണ്ണോടുകൂടി, ഈറനായ കണ്ണുകളോടുകൂടി. അപ്പോൾ പല സങ്കടങ്ങളും സ്മരണകളായി ഓർമ്മ വന്നതാണ്. അതാണ് അതിഹാർദ ആർദ്രദൃശ. അതിഹാർദം എന്ന് പറഞ്ഞാൽ അതിസ്നേഹം. ഹാർദം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, ഹൃദയത്തിൽ ഭവിക്കുന്നത് സ്നേഹം. അപ്പോൾ അതിഹാർദമായ ആർദ്രത കൊണ്ടുള്ള, ആർദ്രത നിറഞ്ഞ ദൃഷ്ടി കൊണ്ട്, കണ്ണുനീർ ആനന്ദാശ്രുക്കൾ നിറഞ്ഞ, പല സ്മരണകൾ കൊണ്ട് കണ്ണുനീർ നിറഞ്ഞ ആ ദേവി തയാ അവളാൽ അഭിരംബിത, തൻ്റെ സഹോദരപുത്രനായ കൃഷ്ണനെ ആലിംഗനം ചെയ്തു എന്നർത്ഥം. അപ്പോൾ കുന്തിദേവി തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കൃഷ്ണനെ കാണുന്ന സന്ദർഭമാണിത്. പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞ അന്ന് രാത്രി കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്വൈരമായിട്ട്
കാണുന്നത്, ഇവരുടെ ഗൃഹത്തിൽ വന്ന് കാണുന്നത് ഈ സന്ദർഭമാണ്. മറ്റതൊരു സന്ദർഭം ശരിയല്ലാത്ത വഴിയിൽ വെച്ച് കാണും പോലെയുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അതിഹാർദ്ര ആർദ്രദൃശ തയാ അഭിരംഭിത, ആലിംഗനം ചെയ്യപ്പെട്ടവനും പരിപൃഷ്ട ബാന്ധവ, ബന്ധുക്കളെ കുറിച്ച് പരിപ്രശ്നം ചെയ്തു ദേവി. എൻ്റെ സഹോദരനായ വസുദേവർക്ക് സുഖം തന്നെയല്ലേ? ദേവകിക്ക് സുഖം തന്നെയല്ലേ? മറ്റുള്ള അദ്ദേഹത്തിൻ്റെ പത്നിമാർക്കും മറ്റു മക്കൾക്കും, അതുപോലെ പിതാവായ ശൂരസേനനും അവർക്കൊക്കെ, ശൂരസേനന്റെ പത്നിക്കും ഉഗ്രസേന രാജാവിനും എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്നൊക്കെ ബന്ധുക്കളെ കുറിച്ച് ചോദ്യം ചെയ്തു. അതാണ് പരിപൃഷ്ട ബാന്ധവ. ചോദ്യം ചെയ്യപ്പെട്ട് ഭഗവാൻ സഹസ്നുഷാം താം പിതൃശ്വസാരം കുശലം ആപൃഷ്ടവാൻ. സഹസ്നുഷാം, സ്നുഷയോടുകൂടിയവളായ പിതൃശ്വസാരം, പിതാവിന്റെ സഹോദരിയോട്. പിതൃശ്വസ, സ്വസ എന്ന് പറഞ്ഞ സഹോദരി, പിതൃശ്വസ പിതാവിന്റെ സഹോദരി, അച്ഛൻ പെങ്ങൾ. ആ അച്ഛൻ പെങ്ങൾ മരുമകളോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ആരാ മരുമകള്? പാഞ്ചാലി. പാഞ്ചാലിയോടുകൂടി നിൽക്കുന്നവളായ കുന്തിയോട് കുശലമാപൃഷ്ടവാൻ, അങ്ങോട്ട് കുശലം ചോദിച്ചു. നന്നായി. ആപൃഷ്ടവാൻ എന്ന് പറയുമ്പോൾ ആസമന്താത് പൃഷ്ടവാൻ, ആദ്യന്തം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചു. അപ്പൊ നല്ല രീതിയിൽ ഭഗവാൻ അവരോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. പൃതാം സമാഗത്യ കൃതാഭിവാദനഃ തയാദിഹാർദ്രാർദ്രദൃശാഭിരംഭിതഃ ആപൃഷ്ടവാംസ്താം കുശലം സഹസ്നുഷാം പിതൃശ്വസാരം പരിപൃഷ്ടബാന്ധവഃ തമാഹ പ്രേമ വൈക്ലബ്യരുദ്ധകണ്ഡാശ്രുലോചന സ്മരന്തി താൻ ബഹൂൻ ക്ലേശാൻ ക്ലേശാഭായാത്മദർശനം. തമാഹ പ്രേമ വൈക്ലബ്യരുദ്ധകണ്ഡാശ്രുലോചന സ്മരന്തി താൻ ബഹൂൻ ക്ലേശാൻ ക്ലേശാഭായാത്മദർശനം. അപ്പൊ ഭഗവാനോടുള്ള പ്രേമാധിക്യവും കൊണ്ട് ആർദ്രമായ കണ്ണുകളോടുകൂടി പ്രേമ വൈക്ലബ്യ രുദ്ധകണ്ഠ, പ്രേമം നിമിത്തമുള്ള വൈക്ലബ്യം അഥവാ പാരവശ്യം കൊണ്ട് രുദ്ധകണ്ഠ തടഞ്ഞ തൊണ്ടയോടുകൂടി, തടയപ്പെട്ട ഗദ്ഗത കണ്ഠയായിക്കൊണ്ട് എന്നർത്ഥം. അശ്രുലോചന, കണ്ണുനീർ ധാരയായി ഒഴുക്കുന്നവളായിക്കൊണ്ട്, ബഹൂൻ താൻ ക്ലേശാൻ സ്മരന്തി, താൻ ജീവിതത്തിൽ അനുഭവിച്ച ബഹുവായ ക്ലേശങ്ങളെ സ്മരിക്കുന്നവളായിട്ട്. തന്റെ ഭർത്താവ് മരിച്ചത് മുതൽ പാണ്ഡുവിന്റെ മരണശേഷം താൻ അനുഭവിച്ചതായിട്ടുള്ള പല ക്ലേശങ്ങൾ, ആ ക്ലേശങ്ങളെയെല്ലാം അനുസ്മരിച്ചുകൊണ്ട് ക്ലേശ അപായ ആത്മദർശനം തം ആഹ. ക്ലേശ അപായ, ക്ലേശങ്ങളെല്ലാം ഇല്ലാതെയാക്കുന്ന ആത്മദർശനം, തന്റെ സ്വരൂപം ദർശിപ്പിക്കുന്ന, ആത്മാവിനെ ദർശിപ്പിക്കുന്നവനായ തം ആഹ, അവനോട് പറഞ്ഞു. അപ്പോൾ ഏതൊരു ഭഗവാനെ കണ്ടാൽ നമ്മുടെ ക്ലേശങ്ങളെല്ലാം അപായപ്പെടും, നശിക്കും. അങ്ങനെയുള്ളതാണ് ഭഗവാന്റെ ദർശനം. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും എന്ന് പറയാറില്ലേ? അപ്പൊ കൃഷ്ണനെ കണ്ടാൽ എല്ലാ ക്ലേശങ്ങളും നശിച്ചു പോകും അല്ലേ? സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ, താപത്രയങ്ങളും നശിപ്പിക്കുന്നവനാണ്. അതാണ് ക്ലേശാപായ ദർശനം എന്ന്, ആത്മദർശനം എന്ന് ഭഗവാനെ വിശേഷിപ്പിച്ചു. ആ ഭഗവാനോട് പറഞ്ഞു. അപ്പൊ കൃഷ്ണനോട് എന്താ പറഞ്ഞ? തദൈവ കുശലം നോഭൂത് സനാദാസ്തേ കൃതാവയം ജ്ഞാതീന്ന സ്മരദാ കൃഷ്ണ ഭ്രാതാമേ പ്രേഷിതസ്ത്വയാ. തദൈവ കുശലം നോഭൂത് സനാദാസ്തേ കൃതാവയം ജ്ഞാതീന്ന സ്മരദാ കൃഷ്ണ ഭ്രാതാമേ പ്രേഷിതസ്ത്വയാ. ഭഗവാനോട് പറയണ, ഹേ കൃഷ്ണ, ജ്ഞാതീന്നഃ സ്മരദാ ത്വയാ മേ ഭ്രാതാ പ്രേഷിതഃ തദാ ഏവ നഃ കുശലം അഭൂത്. വലിയൊരു കാര്യമാണ് പറയുന്നത്. ഞങ്ങള് ഒരു തരം അനാഥത്വം അനുഭവിക്കുന്നവരായിരുന്നു. പാണ്ഡു മരിച്ചതിന് ശേഷം കാട്ടിൽ കുറെ കാലം കഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് ഹസ്തിനപുരത്തിലേക്ക് എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് വന്നത്. അവിടെ വന്നപ്പോഴും അവിടെ മുഴുവൻ
ആപത്തുകൾ നിറഞ്ഞിരുന്നു, ശത്രുക്കൾ നിറഞ്ഞിരുന്നു, പീഡകൾ നിറഞ്ഞിരുന്നു, പലതരത്തിലുള്ള അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ ഒരു അനാഥത്വം അനുഭവിച്ചിരുന്നു. അപ്പോഴാണ് നമ്മൾ കംസവധം കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ സാന്ദീപനി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു വന്ന് അക്രൂരനെ ഹസ്തിനപുരത്തിലേക്ക് ദൂതനായിട്ട് അയച്ച കഥ ഓർമ്മയുണ്ടല്ലോ. ബന്ധുക്കളുടെ ഒരു കുശലാന്വേഷണത്തിന് വേണ്ടിയും ധൃതരാഷ്ട്രയെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയും ഈ പാണ്ഡവന്മാർ അനാഥരല്ല, കൃഷ്ണനെ പോലെ ഒരു ശക്തനായിട്ടുള്ളൊരു ബന്ധു കംസനെയും അതുപോലെയുള്ള വലിയ വലിയ ആളുകളെയൊക്കെ വധിച്ച, ജരാസന്ധനെയൊക്കെ വധിച്ച, എത്രയോ അസുരന്മാരെ വധിച്ച ശക്തനായിട്ടുള്ളൊരു ബന്ധു പാണ്ഡവന്മാർക്ക് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഭഗവാൻ അയച്ചു അക്രൂരനെ. ആ അക്രൂരൻ വന്ന് 7 ദിവസം എന്തോ താമസിച്ചു. ആ താമസിച്ച് സഹോദരിയെ ആശ്വസിപ്പിച്ചതോടുകൂടി ഞങ്ങൾ ആശ്വസ്തരായി, നാഥന്മാരുള്ളവരായി തീർന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. തഥായേവ കുശലം നോഭൂത് നഹ അസ്മാകം തഥായേവ തന്നെ കുശലം അഭൂത്, കുശലമായി സ്വസ്ഥരായി ഞങ്ങൾ ധന്യരായി. എപ്പോൾ? അതുപോലെ സനാദാഹ തേ കൃതാ വയം, തേ നിന്നാൽ, വയം സനാദാഹ കൃതാഹ നാഥനുള്ളവരാക്കി ചെയ്യപ്പെട്ടു. ഞങ്ങൾ അനാഥകളായിരുന്നു. അനാഥകളായ ഞങ്ങൾക്ക് അങ്ങ് അക്രൂരനെ അയച്ചതോടുകൂടി നാഥനുണ്ട് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് വരുത്തി തന്നു. അതാണ് ജ്ഞാതീൻ നഹ സ്മരതാ കൃഷ്ണ ഭ്രാതാമേ പ്രേഷിതസ്ത്വയ. ഹേ കൃഷ്ണ, അല്ലയോ കൃഷ്ണ, ജ്ഞാതീൻ നഹ സ്മരതാ ത്വയ, ജ്ഞാതികളായ ബന്ധുക്കളായ ഞങ്ങളെ സ്മരിക്കുന്നവനായ നിന്നാൽ മേ ഭ്രാതാ പ്രേഷിത. മേ ഭ്രാത എന്ന് പറയുമ്പോൾ എൻ്റെ സഹോദരൻ അക്രൂരൻ ഒരു കസിനാണ്, സഹോദരനാണ്. മുമ്പേ പറഞ്ഞത് വസുദേവരുടെ അനുജന്റെ സ്ഥാനമാണ് അക്രൂരർക്ക്. അപ്പൊ കുന്തിക്കും അനുജന്റെ സ്ഥാനം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള എൻ്റെ അനുജനെ, എൻ്റെ സഹോദരനെ അക്രൂരനെ എപ്പോ ദൂതനായി പ്രേഷിതനായി അയക്കപ്പെട്ടുവോ അപ്പോൾ തദായേവ നഹ കുശലം അഭൂത് വയം തേ സനാദാഹ കൃതാഹ, ഞങ്ങൾ നിന്നാൽ നാഥനുള്ളവരാക്കി ചെയ്യപ്പെട്ടു. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് ലോകത്തിന്, പ്രത്യേകിച്ച് ദുര്യോധനാദികൾക്ക് എല്ലാം ഒരു ഭയമുണ്ടാക്കുന്ന രീതിയിലും ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്ന രീതിയിലും ഉള്ളൊരു സംഭവമായിരുന്നു അത്. എന്തൊരു വലിയ കാര്യമാണ് അങ്ങന്ന് ചെയ്തത് എന്ന് പറയണം. നതേസ്തി സ്വപരഭ്രാന്തി വിശ്വസ്യ സുഹൃദാത്മനഃ തദാ വിസ്മരതാം ശശ്വത് ക്ലേശാൻ ഹംസി ഹൃദി സ്ഥിതഃ. നതേസ്തി സ്വപരഭ്രാന്തി നതേസ്തി സ്വപരഭ്രാന്തി വിശ്വസ്യ സുഹൃദാത്മനഃ തദാ വിസ്മരതാം ശശ്വത് ക്ലേശാൻ ഹംസി ഹൃദി സ്ഥിതഃ. വിശ്വസ്യ സുഹൃദാത്മനഃ തേ സ്വപരഭ്രാന്തി നാസ്തി. വിശ്വത്തിന്റെ സുഹൃത്തും ആത്മാവുമായിരിക്കുന്ന അങ്ങേക്ക്, എല്ലാവർക്കും അങ്ങ് ആത്മാവാണ്, എല്ലാവരുടെയും വെൽവിഷറാണ്, അല്ലേ? അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്. എല്ലാവരുടെയും വെൽവിഷറാണ് ഭഗവാൻ, എല്ലാവരുടെയും ആത്മാവുമാണ്. അങ്ങനെയുള്ള തേ സ്വപരഭ്രാന്തി നാസ്തി. സ്വകീയം പരകീയം എന്നുള്ള ഭ്രമം ഇല്ല. ഇതെന്റെ ബന്ധുക്കൾ, ഇത് അല്ലാത്തവർ എന്നിങ്ങനെ വേർതിരിച്ച് വ്യത്യാസം കാണിക്കുക എന്നുള്ളത് സമബുദ്ധിയായ അങ്ങയ്ക്ക് ഒരിക്കലും ഇല്ല. എങ്കിലും തഥാപി സ്മരതാം ഹൃദി ശശ്വസ്ഥിതഃ ക്ലേശാൻ ഹംസി. സ്മരതാം ഹൃദി, ആരാണോ അങ്ങയെ സ്മരിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ ശശ്വസ്ഥിതഃ, നിരന്തരം സ്ഥിതി ചെയ്തുകൊണ്ട്, ഭഗവാനെ സ്മരിക്കുന്നവരുടെ ഹൃദയത്തിൽ ഭഗവാൻ കുടികൊണ്ടുകൊണ്ട് ക്ലേശാൻ ഹംസി, അവരുടെ ക്ലേശങ്ങളെ നശിപ്പിക്കുന്നു. അപ്പോ എല്ലാവരുടെയും ക്ലേശങ്ങൾ നശിപ്പിക്കാൻ എന്താ വഴി എന്നും കൂടി പറഞ്ഞു. ഭഗവാനെ സ്മരിക്കുക. ഭഗവത് സ്മരണമാണ് എല്ലാ ക്ലേശങ്ങൾക്കും നാശകാരണം.
വിപദോ നൈവ വിപദഃ സമ്പദോ നൈവ സമ്പദഃ വിപത് വിസ്മരണം വിഷ്ണോഹോ സമ്പത് നാരായണ സ്മൃതി. വിപത്തുകളൊന്നും വിപത്തല്ല, സമ്പത്തുകളൊന്നുമല്ല സമ്പത്ത്. എന്താണ് യഥാർത്ഥ വിപത്ത്? വിസ്മരണം വിഷ്ണോഹോ, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന സത്യസ്വരൂപനായ ഭഗവാനെ വിസ്മരിക്കലാണ് ഏറ്റവും വലിയ ആപത്ത്. എല്ലാ ആപത്തുകളും പുറകെ വരും. സമ്പത് നാരായണ സ്മൃതി, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന എല്ലാറ്റിനും ആശ്രയഭൂതനായ ആ പരമസത്യസ്വരൂപനായ ഭഗവാനെ സ്മരിക്കുന്നതാണ് സമ്പത്ത്. സത്യം പരം ധീമഹി, അതാണ് സമ്പത്ത്. അപ്പൊ ഇവിടെ അങ്ങയെ സ്മരിക്കുന്നവരുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അങ്ങ് എല്ലാ ദുഃഖങ്ങളെയും അങ്ങ് ഇല്ലാതെയാക്കുന്നു. ഇനി യുധിഷ്ഠിരൻ ഭഗവാനോട് കുശല പ്രശ്നം ചെയ്യുന്നു. യുധിഷ്ഠിര ഉവാച കിം ന ആചരിതം ശ്രേയോ ന വേദാഹമധീശ്വര യോഗേശ്വരാണാം ദുർദർശോ എന്നോ ദൃഷ്ടകുമേധസാം. യുധിഷ്ഠിര ഉവാച കിം ന ആചരിതം ശ്രേയോ ന വേദാഹമധീശ്വര യോഗേശ്വരാണാം ദുർദർശോ എന്നോ ദൃഷ്ടഃ കുമേധസാം. യുധിഷ്ഠിരൻ ഭഗവാനെ സംബോധന ചെയ്യുന്നത് തന്നെ അധീശ്വരാമ, എല്ലാറ്റിനും അധിപതിയായിരിക്കുന്ന ഈശ്വരനായിരിക്കുന്നവനെ സർവേശ്വര. നഹ കിം ശ്രേയ ആചരിതം, ഞങ്ങളാൽ എന്ത് പുണ്യകർമ്മമാണ് ആചരിക്കപ്പെട്ടത്, ഏത് ശ്രേയസ് കർമ്മമാണ് ആചരിക്കപ്പെട്ടത്? അഹം ന വേദ, ഞാൻ അറിയുന്നില്ല. കാരണം എന്തെന്നാൽ യോഗേശ്വരാണാം ദുർദർശഃ ത്വം കുമേധസാം നഹ ദൃഷ്ടഃ. അങ്ങ് യോഗേശ്വരാണാം ദുർദർശഃ ത്വം, യോഗേശ്വരന്മാർക്ക് പോലും അങ്ങയെ ദർശിക്കാൻ വളരെ ദുഃഖമാണ്, പ്രയാസമാണ്, കണ്ടുകിട്ടാത്തവനാണ്. അങ്ങനെ യോഗേശ്വരന്മാർ എത്രയോ യോഗികൾ തപസ്സനുഷ്ഠിക്കുന്നു അങ്ങയുടെ ദർശനത്തിന് വേണ്ടി. അവർക്ക് സാധിക്കാത്ത കാര്യം കുമേധസാം നഹ, കുൽസിത ബുദ്ധികളായ, ബുദ്ധിയില്ലാത്തവരായ അല്പന്മാരായ ഞങ്ങളാൽ അങ്ങ് ദർശിക്കപ്പെട്ടു. ദൃഷ്ടഃ, അപ്പോ ഈ ദർശനം വെറുതെ അല്ല, ഞങ്ങൾ എന്തോ സുഹൃതം ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സുഹൃതം കൊണ്ടല്ലാതെ അങ്ങയെ ദർശിക്കാൻ സാധിക്കില്ല. ഇപ്പൊ യോഗേശ്വരന്മാർക്ക് പോലും ദുർദർശനായ അങ്ങയെ ഇപ്പൊ കുമേധസ്സുകളായിരിക്കുന്ന ഞങ്ങൾ ദർശിച്ചിരിക്കുന്നു. എന്ത് ശ്രേയസ്സാണ് ചെയ്തത് അറിയില്ല. ഇങ്ങനെ ഭഗവാന്റെ ആ ദർശനത്തെ സന്തോഷമായിട്ട് പ്രകടിപ്പിക്കുകയാണ് യുധിഷ്ഠിരനും. ഇതി വൈ വാർഷികാൻ മാസാൻ രാജ്ഞാ സ്വഭ്യർത്ഥിത സുഖം ജനയന്നയനാനന്ദം ഇന്ദ്രപ്രസ്ഥൗകസാം വിഭുഃ. ഇതി വൈ വാർഷികാൻ മാസാൻ രാജ്ഞാ സ്വഭ്യർത്ഥിത സുഖം ജനയന്നയനാനന്ദം ഇന്ദ്രപ്രസ്ഥൗകസാം വിഭുഃ. ഇതി, ഇപ്രകാരം രാജ്ഞാ അഭ്യർത്ഥിതഃ സഹ വിഭുഃ, രാജാവായ യുധിഷ്ഠിരനാൽ, ഇന്ദ്രപ്രസ്ഥത്തിന്റെ രാജാവ് യുധിഷ്ഠിരനാണ്. അപ്പം അദ്ദേഹത്താൽ നല്ലതുപോലെ അഭ്യർത്ഥിക്കപ്പെട്ടവനായ ആ വിഭുവായ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥൗകസാം നയനാനന്ദം ജനയന് സുഖം വാർഷികാൻ മാസാൻ അവസത്. അപ്പൊ ഇന്ദ്രപ്രസ്ഥമാകുന്ന വാസസ്ഥാനത്തോടു കൂടിയവർക്ക്, ഇന്ദ്രപ്രസ്ഥവാസികൾക്ക് നയനാനന്ദം ജനയന്, കണ്ണിന് ആനന്ദത്തെ ജനിപ്പിച്ചുകൊണ്ട്, എപ്പോഴും ഭഗവാനെ കാണാനുള്ള ഭാഗ്യം കൊടുത്തുകൊണ്ട് സുഖം അവസത്, സുഖമായി വസിച്ചു. എത്ര കാലം? വാർഷികാൻ മാസാൻ, വാർഷിക മാസങ്ങളെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വർഷം മുഴുവൻ എന്നല്ല, വാർഷികം എന്നുള്ളത് ഇവിടെ അർത്ഥം വർഷം പൊഴിയുന്ന മാസം എന്ന് വെച്ചാൽ മഴ പെയ്യുന്ന മാസം. അപ്പൊ ഒരു ചാതുർമാസ്യം. നമ്മള് സന്യാസിമാര് മഴക്കാലത്ത് ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കും, 4 മാസം എവിടെയും പോകാതെ. അപ്പൊ അതാണ് ഇവിടെ മഴ പെയ്യുന്ന മാസങ്ങളെയാണ് ഇവിടെ വാർഷികാൻ മാസാൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു മഴക്കാലം മുഴുവൻ ഭഗവാൻ പാണ്ഡവന്മാരുടെ കൂടെ ഇന്ദ്രപ്രസ്ഥത്തിൽ വസിച്ചു. കാരണം മഴക്കാലത്ത് യാത്ര ക്ലിഷ്ടമാണ്.
അതുകൊണ്ട് പോകരുത് എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞ് നിർബന്ധിച്ച് ഭഗവാനെ കാണാൻ വേണ്ടി കൊതിച്ച് അഭ്യർത്ഥിച്ചപ്പോൾ ഭഗവാൻ അവർക്ക് സന്തോഷം നൽകാനായിക്കൊണ്ട് 4 മാസത്തോളം അല്ലെങ്കിൽ മഴക്കാലം മുഴുവൻ അവിടെ താമസിച്ചു എന്ന് താല്പര്യം. ഇതിപ്പോൾ ഒരു പശ്ചാത്തലം ഒരുങ്ങി എന്തിനു വേണ്ടി? കാളിന്തി വിവാഹത്തിലേക്ക് നയിക്കാൻ. ആ വിവാഹത്തിൻ്റെ കഥ ആരംഭിക്കുന്നേ ഉള്ളൂ 13-ാം ശ്ലോകം മുതൽ. ഏകദാ, ഒരിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് അത് നമുക്ക് വൈകുന്നേരം നോക്കാം. വൈകുന്നേരം പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. വൈകുന്നേരം നോക്കാം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.